19ാമത്തെ സൂത്രമായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഉത്തരാച്ചേത് ആവിർഭൂത സ്വരൂപസ്തു. അതിൻ്റെ ആ സൂത്രത്തിൻ്റെ താല്പര്യം എന്ന് പറയുന്നത് ഇതാണ്. യേശ സംപ്രസാദഃ അസ്മാത് ശരീരാത് സമുത്ഥായ പരം ജ്യോതിരൂപം രൂപസമ്പദ്യ സ്വേന രൂപേണ അഭിനിഷ്പദ്യത്തെ സ ഉത്തമഃ പുരുഷഃ. അതായത് ഈ പരംപുരുഷനെ അറിഞ്ഞിട്ട് പൂർണ്ണതയെ പ്രാപിക്കുന്നു. അതാണ് ഈ ആവിർഭൂതത്വം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്കിതിനോടനുബന്ധിച്ചിട്ട് സയോ ഹവൈ തത് പരമം ബ്രഹ്മവേദ ബ്രഹ്മൈവ ഭവതി എന്നുള്ള മുണ്ടകോപനിഷത്തിലെ 3:2 മന്ത്രം. യാതൊരുവൻ ആ പരമമായ ബ്രഹ്മത്തെ അറിയുന്നുവോ അവൻ ബ്രഹ്മം തന്നെയാകുന്നു എന്നുപദേശിക്കുന്ന ശ്രുതിയുണ്ട്. ബ്രഹ്മത്തെ അറിയുന്നവൻ ബ്രഹ്മമാകുന്നു എന്ന്. അതുപോലെ തന്നെ അശരീരം ശരീരേഷു അനവസ്ഥേഷു അവസ്ഥിതം, ഇങ്ങനെയുള്ള ആ മന്ത്രം കാടകോപനിഷത്തിലെ 1:2-22. അശരീരം ശരീരേഷു. ശരീരേഷു എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ബഹുവചനത്തിലാണ് ശരീരങ്ങൾ എന്നുള്ള പ്രയോഗമാണ് ഉള്ളത്. അപ്പോൾ എല്ലാ ശരീരങ്ങളും ഇവിടെ പരാമർശിക്കപ്പെട്ടു. അങ്ങനെ എല്ലാ ശരീരങ്ങളിലും ശരീരമില്ലാത്തവനായിട്ടിരിക്കുന്ന ഏകനായ പുരുഷനെയാണ്, ആത്മാവിനെയാണ് അവിടെ പരാമർശിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ കാണുകയുണ്ടായി. ശരീരസ്ഥോപി കൗന്തേയ ന കരോതി ന ലിപ്യതേ. ഗീത 13ാമത്തെ അധ്യായം 31ാമത്തെ ശ്ലോകം. ഏ കുന്തിപുത്ര, ആത്മാവ് ശരീരത്തിലിരിക്കുന്നുവെങ്കിലും കർത്താവും ഭോക്താവുമല്ല എന്ന സ്മൃതിയുണ്ട്. ഇവിടെയാണ് നമുക്ക് ഈ അലേപത്വം എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ളതാണ് ഈ ശ്ലോകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശരീരസ്ഥോപി കൗന്തേയ, ശരീരസ്ഥനാണെങ്കിലും അല്ലയോ കൗന്തേയ, ന കരോതി ന ലിപ്യത്തെ എന്ന്, ഒന്നും ചെയ്യുന്നുമില്ല, യാതൊന്നിനോടും സംബന്ധിക്കുന്നുമില്ല. നഹി വിജ്ഞാതുർവിജ്ഞാതേർ വിപരിലോപോ വിദ്യതേ വിനാശിത്വാത്. ബൃഹദാരണ്യം 4:3-30. വിജ്ഞാനാത്മാവിൻ്റെ വിജ്ഞാനത്തിന് ഒരു കാലത്തിലും നാശമില്ല. പ്രകാരം ഈ ശ്രുതിയെല്ലാം ആവർത്തിച്ച് പല രീതിയിൽ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇത് കണ്ടത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ യേഷ അക്ഷിണി പുരുഷ ദൃശ്യത്തെ യേഷ ആത്മാ, ഛാന്തോക്യം 8:7-4 കണ്ടു. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് ആ ഛാന്തോക്യത്തിൻ്റെ ബാക്കി ഭാഗം നമുക്ക് ഇപ്പോൾ കാണാം. 8:7-4 അക്ഷിണി പുരുഷൻ്റെ. അപ്പം അതിനുശേഷം നമുക്ക് പിന്നുള്ള പ്രയോഗം ഏതം ത്വേവത്തെ യേഷ സ്വപ്നേ മഹിമാനശ്ചരതി യേഷ ആത്മാ. ഇങ്ങനെ സ്വപ്നത്തിലുള്ള ആത്മാവിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ സുപ്ത എന്നുള്ള ആ പ്രയോഗത്തിൽ ഈ സുഷുപ്തിയിലുള്ള ആത്മാവിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ആ മന്ത്രമാണ് നമ്മൾ ഇനിയും കാണുന്നത്. അപ്പോൾ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ഈ വിരോചനനും ഇന്ദ്രനും കൂടെ പോയിട്ട് ബ്രഹ്മദേവൻ്റെ അടുത്തു നിന്ന് ഉപദേശമൊക്കെ വാങ്ങി. അപ്പോൾ അവർ
അക്ഷിയിൽ കാണുന്ന പുരുഷൻ ആത്മാ എന്നവർ പറഞ്ഞു. തൗഹ പ്രജാപതിരുവാച യേഷ അക്ഷിണി പുരുഷോ ദൃശ്യത്തെ യേഷ ആത്മ ഇതി ഹോവാച ഏതത് അമൃതം അഭയം ഏതത് ബ്രഹ്മ എന്ന്. അതാണ് ഛാന്ദോഗ്യോപനിഷത്ത് 8:7-4. അവരോട് പ്രജാപതി പറഞ്ഞു, അക്ഷിയിൽ കാണുന്ന ഈ പുരുഷൻ തന്നെയാണ് ആത്മാവ്, അമൃതവും അഭയവുമായ ബ്രഹ്മവും ഇതുതന്നെയാകുന്നു എന്ന്. ഇത് കേട്ട് അവർ ചോദിച്ചു, വെള്ളത്തിൽ കാണപ്പെടുന്നതും കണ്ണാടിയിൽ കാണപ്പെടുന്നതുമായവയിൽ ഏതാണ് ആത്മാവ് എന്ന്. ഇത് തന്നെയാണ് ഇവയിലെല്ലാം കാണപ്പെടുന്നത് എന്ന് പ്രജാപതി പറയുകയും ചെയ്തു. അപ്പോൾ ഇവരിനി എന്ത് ചെയ്തു എന്നാ? വെള്ളം നിറച്ച ഒരു പാത്രത്തിൽ നിങ്ങളെ നോക്കി ആത്മാവിനെ സംബന്ധിച്ച് എന്താണ് മനസ്സിലാക്കാത്തത് എന്ന് എന്നോട് പറയുവിൻ എന്ന് പ്രജാപതി അവരോട് പറഞ്ഞു. വെള്ളം നിറച്ച ഒരു പാത്രത്തിൽ നിങ്ങളെ നോക്കി ആത്മാവിനെ സംബന്ധിച്ച് എന്താണ് മനസ്സിലാകാത്തത് എന്നാണ് പറഞ്ഞത്. വെള്ളത്തിൽ നോക്കുക, എന്നിട്ട് ആത്മാവിനെ സംബന്ധിച്ച് മനസ്സിലായോ ഇല്ലയോ എന്നുള്ളതാണ് ഉദ്ദേശം എന്ന് പ്രജാപതി അവരോട് പറഞ്ഞു. അവർ ജലം നിറച്ച പാത്രത്തിൽ നോക്കി ഇതിൽ എന്താണ് നിങ്ങൾ കാണുന്നത് എന്ന് പ്രജാപതി അവരോട് ചോദിച്ചു. കിം പശ്യത ഇതി തൗഹ അവരോട് ചോദിച്ചു, എന്താണ് കാണുന്നത്? ഞങ്ങൾ ഞങ്ങളുടെ രോമനഖാദികളോട് കൂടിയ പ്രതിരൂപമാകുന്ന മുഴുവൻ ആത്മാവിനെയും കാണുന്നു എന്ന്. അപ്പോൾ ഇതാണ് അവർ ഉത്തരം പറഞ്ഞത്. അതായത് പശ്യാവ ആ ലോമഭ്യ ആ നഖേഭ്യ പ്രതിരൂപം ഇതി. അപ്പം നമ്മൾ ഈ പ്രതിബിംബം എന്ന് പറയുന്നതിനെയാണ് ഇവിടെ ഈ പ്രതിരൂപം എന്ന് പറയുന്നത്. പ്രതിബിംബം സമം പ്രതിരൂപം. അപ്പോൾ ഈ പ്രതിബിംബത്തെ കാണുന്നു എന്ന്. അത് എങ്ങനെയാണ് കാണുന്നത്? ആ ലോമഭ്യ, അതേപോലെ ആ നഖേഭ്യ, അതാണ് രോമനഖാദികളോടുകൂടിയ പ്രതിരൂപമാകുന്ന മുഴുവൻ ആത്മാവിനെയും കാണുന്നു. അപ്പോൾ ഇതാണ് കണ്ണാടിയിൽ കാണുന്നതാണ് ആത്മാ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതാണ് ആത്മാ. തൗഹ പ്രജാപതിരുവാച അനന്തരം പ്രജാപതി അവരോട് പറഞ്ഞു, നല്ലവണ്ണം അലങ്കരിച്ചവരായി നല്ല വസ്ത്രങ്ങൾ ധരിച്ച് പരിഷ്കരിച്ചവരായി വെള്ളം നിറച്ച പാത്രത്തിൽ നോക്കുവിൻ എന്ന് പറഞ്ഞു. ഇതാണ് അടുത്തത്. തൗഹ പ്രജാപതിരുവാച സാധു അലങ്കൃതൗ സുവസനൗ പരിഷ്കൃതൗ ഭൂത്വാ. അപ്പോൾ ഇത് കേട്ടിട്ടുടനെ തന്നെ അവർ അപ്രകാരം നല്ലവണ്ണം അലങ്കാരങ്ങൾ എല്ലാം അണിഞ്ഞ് നല്ല വസ്ത്രങ്ങൾ ധരിച്ച് പരിഷ്കരിച്ചവരായി ജലപാത്രത്തിൽ നോക്കി. തൗഹ പ്രജാപതിരുവാച കിം പശ്യത ഇതി. എന്നിട്ട് നിങ്ങളിപ്പോൾ എന്താണ് കാണുന്നത് എന്ന് ചോദിച്ചു. മറുപടി എന്താ പറഞ്ഞേ? അവർ പറഞ്ഞു, ഞങ്ങൾ നല്ലവണ്ണം അലങ്കരിച്ചവരും നല്ല വസ്ത്രം ധരിച്ചവരും പരിഷ്കരിച്ചവരുമായിരിക്കുന്നത് പോലെ തന്നെ ഇവരും നല്ലവണ്ണം അലങ്കരിച്ചവരും നല്ല വസ്ത്രം ധരിച്ചവരും പരിഷ്കരിച്ചവരുമായിരിക്കുന്നു എന്ന്. അതായത് പ്രതിരൂപങ്ങൾ, ഞങ്ങളെ വസ്ത്രം മാറ്റിയപ്പം പ്രതിരൂപങ്ങളും നല്ല വസ്ത്രം, ഞങ്ങൾ ധരിച്ച വസ്ത്രം പോലെ തന്നെ അലങ്കരിച്ച വസ്ത്രത്തോടു കൂടിയിട്ടുള്ള പ്രതിരൂപങ്ങളെയും ഞാൻ കാണുന്നു. ഇത് കേട്ട പ്രജാപതി പറഞ്ഞു, ഇതാണ് ആത്മാവ്, ഇതാണ് അമൃതവും അഭയവുമായിട്ടുള്ളത്, ഇതാണ് ബ്രഹ്മം. ഇത്യേഷാത്മേതി ഹോവാച ഏതദമൃതം അഭയമേതദ് ബ്രഹ്മേതി തൗഹ ശാന്തഹൃദയോ പ്രവവ്രജതുഹു. ഇതാണ് ബ്രഹ്മം, ഇതാണ് ആത്മ എന്ന് പറഞ്ഞു ബ്രഹ്മാവ് പറഞ്ഞു. അത് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഉപനിഷത്തുകളിലും വേദങ്ങളിലും ഒക്കെ പല കാര്യങ്ങൾ പറയും. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഭാഗം എടുത്തു വെച്ചിട്ട് ഇങ്ങനെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വാദങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ കേൾക്കുമല്ലോ. അതുകൊണ്ടാണ് ഈ ഷഠത്വം എന്ന് പറയുന്നത് ഈ ആധ്യാത്മിക വിഷയങ്ങളിൽ പാടില്ല എന്നുള്ളത്. ഞാൻ പറയുന്നത് മാത്രമാണ് ശരി എന്നുള്ളത്, ഇതിന്മേലൊരു ഇതിങ്ങനെ വരത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന ആ ഒരു ഷഠത്വം ഇവിടെ ആവശ്യമില്ല എന്നുള്ളത്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും പറഞ്ഞിട്ടുണ്ട്, ആ ഭാഗവും കൂടി നമ്മൾ നോക്കിയിരിക്കണം. അപ്പോൾ എല്ലാം നോക്കിക്കഴിയുമ്പോഴാണ് സർവജ്ഞത്വം എന്ന് പറയുന്നത് ലഭിക്കുക എന്ന് പറയുന്നത്. അപ്പം സർവജ്ഞത്വം ലഭിച്ചത് സർവജ്ഞപീഠം കയറുക എന്ന് പറയുന്നത്. ശങ്കരാചാര്യർക്ക് മാത്രമേ ഉള്ളൂ സർവജ്ഞപീഠം കിട്ടിയത്. പിന്നെ ബാക്കിയുള്ളവർക്കെല്ലാം അതേമാതിരി ആചാര്യൻ നയിച്ച വഴികളിലൂടെ അല്പസ്വല്പമൊക്കെ മനസ്സിലാക്കി കടന്നു പോകാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവർ രണ്ടുപേരും, അതായത് അസുര രാജാവും ദേവരാജാവും,
അവർ പറഞ്ഞു, ഞങ്ങൾ നല്ലവണ്ണം അലങ്കരിച്ചവരും നല്ല വസ്ത്രം ധരിച്ചവരും പരിഷ്കരിച്ചവരുമായിരിക്കുന്നത് പോലെ തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ അവരോട് ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവരും നല്ലവണ്ണം അലങ്കരിച്ചവരും നല്ല വസ്ത്രം ധരിച്ചവരും പരിഷ്കരിച്ചവരുമായിട്ട് ഈ പ്രതിബിംബങ്ങൾ ഇരിക്കുന്നു. ഇത് കേട്ട് പ്രജാപതി പറഞ്ഞു, ഇതാണ് ആത്മാവ്, ഇതാണ് അമൃതം, ഇതാണ് അഭയം. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇവരെന്താ ചെയ്തത്? ഇത് കേട്ട് ശാന്തഹൃദയന്മാരായി മടങ്ങിപ്പോയി. ഇതാണ് ഇത്രയേ ഉള്ളൂ, ഉപദേശം കഴിഞ്ഞു എന്നുള്ളത്. അപ്പം ഞങ്ങൾക്ക് കിട്ടിയ ഉപദേശം എന്ന് പറഞ്ഞ് അവർ പോയിട്ട് പിന്നെന്താ, അവർ നിന്നില്ല. വിരോചനൻ അസുരരാജാവാണ്. അസുരരാജാവ് പോയിട്ട് അസുരന്മാർക്ക് ഇത് നല്ലവണ്ണം ഉപദേശിച്ചു കൊടുത്തു. ആ ഉപദേശം ഇന്നും അവർ പരിപാലിച്ചുകൊണ്ട് നടക്കുന്നു. അപ്പോൾ ദേഹം തന്നെയാണ് സർവ്വതും, ദേഹത്തെ പരിപോഷിക്കലാണ് സർവ്വതും, ദേഹത്തെ അലങ്കരിക്കലാണ്. ദേഹമല്ലാണ്ട് ഇതിനുപരിയായിട്ട് ആത്മാ എന്ന് പറയുന്ന ഒന്നില്ല. ഈ പ്രകാരം ഉണ്ടല്ലോ. ഇനി ചിലർ പറയും ദേഹം പോയി കഴിയും, ദേഹം വീണ് കഴിയുമ്പോഴത്തെ ആത്മാ പോകുന്നു. പിന്നെ അതിനെക്കുറിച്ച് അത് അറിയേണ്ട ഒന്നായിട്ടല്ല. ആത്മാവ് ദേഹത്തിലിരിക്കുകയോ ആത്മാവ് പോവുകയോ ചെയ്യട്ടെ. ഞാനെന്ന് പറഞ്ഞാൽ ദേഹത്തെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആ തരത്തിൽ ഇരിക്കുന്ന ആ സകലമാന ധാരണകളുടെയും പിന്നിലിരിക്കുന്ന രഹസ്യം എന്ന് പറയുന്നത് വിരോചനൻ ഈ കൂട്ടർക്ക് കൊടുത്ത ഉപദേശമാണ്. അതായത് അസുരന്മാർക്ക് കൊടുത്ത ഉപദേശമാണ്. അങ്ങനെ തന്നെ തുടർന്നുകൊണ്ട് പോകുന്ന ആൾക്കാർ അവരപ്പോൾ ആ രാജാവിൻ്റെ, അസുര രാജാവിൻ്റെ അനുനായികൾ എന്ന് പറയാം. തൗഹ അന്വീക്ഷ്യ പ്രജാപതിരുവാച്ച. ഇനി അടുത്തത്. അപ്പം അവരെ ഇങ്ങനെ പോകുന്ന ഇന്ദ്രവിരോചനന്മാരെ നോക്കിക്കൊണ്ട് പ്രജാപതി പറഞ്ഞു, ആത്മാവിനെ അറിയുകയോ സാക്ഷാത്കരിക്കുകയോ ചെയ്യാതെ ഇവർ പോകുന്നു എന്ന്. അവർ പോയി കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത്, ഇവർ മനസ്സിലാക്കിയതുപോലെയുള്ള ആത്മവിദ്യയോട് കൂടിയവർ ദേവന്മാരോ അസുരന്മാരോ ആരായാലും അവർ പരാഭവത്തെ പ്രാപിക്കുന്നു. അപ്പം ബ്രഹ്മദേവൻ ഇവരെ നോക്കിയിട്ട് പറഞ്ഞു, പാവങ്ങൾ കിട്ടിയതും കൊണ്ട് ഉടൻ തന്നെ അവരങ്ങ് പോയി അല്ലോ എന്ന് വിഷമത്തോടുകൂടി എന്ന് നമുക്ക് പറയാം, കൂട്ടിച്ചേർക്കാം എന്ന് പറയാം. ആ വിരോചനൻ ശാന്തഹൃദയനായിട്ട് തന്നെ അസുരന്മാരുടെ അടുത്ത് ചെന്ന് ഈ ആത്മവിദ്യ ഉപദേശിച്ചു. വളരെ സന്തോഷത്തോടുകൂടി വിരോചനൻ പോയിട്ട് സഹ ശാന്തഹൃദയേവ വിരോചന അസുരാൻ ജഗാമ. ശാന്തഹൃദയനായിട്ട് സന്തോഷിച്ചവനായിട്ട് ഇത്രയേ ഉള്ളൂ, നേടേണ്ടതെല്ലാം നേടി എന്നുള്ളത്. കാരണം ആത്മവിദ്യയ്ക്ക് ഉപരിയായിട്ട് മറ്റൊന്നില്ലല്ലോ. അന്നത്തെ കാലത്ത് സർവജ്ഞത്വം ആണ്. അന്നത്തെ കാലത്ത് ആര് ആത്മവിദ്യ നേടി എന്ന് അവകാശപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് സർവജ്ഞത്വമാണ്. ഇതാണ് അതിൻ്റെ ഒരു കണക്ക്. അപ്പം ഈ വിരോചനൻ സർവജ്ഞത്വം നേടിയവനായിട്ടാണ് അവിടെ പോയിട്ട് അസുരന്മാർക്ക് പോയി. പിന്നെ എനിക്ക് കിട്ടിയ സർവജ്ഞത്വം ഇനി നിങ്ങൾക്കത് തരത്തില്ല എന്നുള്ള രീതിയിലുള്ള ദുർബുദ്ധി കാണിച്ചില്ല. പകരം അവിടെയുള്ള അസുരന്മാർക്കും ഇത് തന്നെ ഉപദേശിച്ചു കൊടുക്കും. ചുരുങ്ങിയ പക്ഷേ ഇത്രയെങ്കിലും ചെയ്യണം. എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ഉടൻ തന്നെ ഞാനത് പറയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. അറിയാമെങ്കിൽ പറയുമ്പോഴാണ് നമുക്കറിയാൻ പറ്റുന്നത് നമുക്ക് എത്ര അറിയാമെന്നുള്ളത്. അതാണ് ഇതിനകത്ത് പിന്നെയുള്ള രഹസ്യം. അപ്പം നമ്മുടെ അറിവ് മറ്റുള്ളവർ അറിവില്ലായ്മയായിട്ട് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയാണ്ടിരിക്കുന്നത്. അതാണ് ഈ രഹസ്യം മുറുക്കെ പിടിച്ച്. ഇങ്ങനെ രഹസ്യം മുറുക്കെ പിടിച്ചിട്ടാണ് ഒരുപാട് കാര്യങ്ങൾ പ്രശ്നങ്ങളായി പോയത്. അപ്പോൾ ഇവിടെ പോയിട്ട് വിരോചനൻ അങ്ങനെ ചെയ്തില്ല. വിരോചനൻ അത് അവരോട് പറഞ്ഞു. വിരോചന അസുരാൻ ജഗാമ തേ എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം തേ ആദ്യ ഏതാം ഉപനിഷത്തം പ്രോവാച്ച ആത്മായേവഹ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോകുന്ന ഇന്ദ്രവിരോചനെ നോക്കി അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ വിരോചനൻ ശാന്തഹൃദയനായിട്ട് തന്നെ അസുരന്മാരുടെ അടുത്ത് ചെന്ന് ഈ ആത്മവിദ്യയെ ഉപദേശിച്ചു. ഈ ലോകത്തിൽ ശരീരമാകുന്ന ആത്മാവ് തന്നെയാണ് പൂജിക്കപ്പെടേണ്ടതും പരിചരിക്കപ്പെടേണ്ടതും എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ ശരീരത്തെ വെച്ചുകൊണ്ടുള്ള പൂജകളും ഒക്കെ നമുക്കിപ്പം കാണാൻ സാധിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഇതാണെന്നുള്ളത്. പിന്നെ ശരീരത്തിൻ്റെ ഒരു അംശം എടുത്ത് വെച്ചുകൊണ്ട് ഇത് പവിത്രമാണെന്ന് പറയലും ഒക്കെ ഉണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ അതുമാത്രമല്ല, ശരീരത്തിൻ്റെ ഒരു ഭാഗം മാത്രമല്ല, പിന്നെ ഈ ദിവ്യവസ്ത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ധരിച്ച വസ്ത്രം എടുത്ത് വെച്ചുകൊണ്ട് അതിൽ കൂടെ ദിവ്യത പോകുന്നുണ്ട്. പിന്നെ രക്തത്തുള്ളി പതിച്ച വസ്ത്രം, അതിൽ കൂടെ ദിവ്യത പോകുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള
ഒരുപാട് കാര്യങ്ങളെല്ലാം ഇതിൻ്റെ പിന്നിൽ ഇതാണ് ഇരിക്കുന്നതെന്നാണ് പറയുന്നത്. ഈ ഉപദേശമാണ് അവിടെ കൊടുത്ത ഉപദേശം അത് വലിയൊരു കാര്യമായിട്ട് ഒരുപാട് ദേശങ്ങളിലേക്ക് പടർന്നു. കാരണം ഈ അസുര രാജ്യ എന്ന് പറയുന്നത് അത് നമുക്കറിയത്തില്ല എന്തുമാത്രം ഏതൊക്കെ സ്ഥലങ്ങളിലേക്കാണ് വ്യാപിച്ചിരിക്കുന്നത്. അവിടെയെല്ലാം ഇത് പരന്നു എന്ന് പറഞ്ഞു. ഇത് മാത്രമല്ല, വെച്ച് പൂജിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വശരീരത്തെ വെച്ച് പൂജിക്കൽ, പിന്നെ പരശരീരത്തെ വെച്ച് പൂജിക്കൽ, ഏതെങ്കിലും ശരീരം മതി പൂജിക്കാൻ. ഈ മാതിരി പൂജിക്കുക എന്ന് പറഞ്ഞാൽ അലങ്കരിക്കുക എന്നർത്ഥം. അല്ലാതെ നമ്മൾ ഇന്ന് വെച്ചതുപോലെ മണിമുട്ടി പൂജിക്കുക എന്നുള്ളതല്ല. പൂജിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനിക്കുക എന്നർത്ഥം. അതാണ് മാനം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം സ്നേഹിക്കുക, മാനിക്കുക, പൂജിക്കുക ഇതെല്ലാം ഒരേ അർത്ഥത്തിൽ തന്നെ എടുക്കണം. അല്ലാതെ എപ്പോഴും നമ്മൾ ഉടനെ പൂജ എന്ന് പറഞ്ഞാൽ എവിടെ തുളസിപ്പൂ വേണോ ചെത്തിപ്പൂ വേണോ എന്ന് ആലോചിക്കുന്ന തരത്തിൽ ഇവിടെ തന്നെ വസ്ത്രങ്ങളെല്ലാം സ്വഭാവം മാറ്റി ഒന്നുമല്ല പൂജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ലോകത്തിൽ ശരീരമാകുന്ന ആത്മാവ് തന്നെയാണ് പൂജിക്കപ്പെടേണ്ടതും പരിചരിക്കപ്പെടേണ്ടതും. ഈ ദേഹത്തെ പൂജിച്ചുകൊണ്ടും പരിചരിച്ചുകൊണ്ടും ഇരിക്കുന്നവൻ ഈ ലോകവും പരലോകവുമാകുന്ന 2 ലോകങ്ങളും പ്രാപിക്കുന്നു എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ തലമുടി ചീകിയാൽ പൂജയാണ്, ഇങ്ങനെ കാണണം. അതാണ് ദേഹപൂജ എന്ന് പറഞ്ഞത്. അപ്പം പൂജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാ തരത്തിലുമുള്ള പരിചരണങ്ങളും ഉപചാരങ്ങൾ ഇതെല്ലാം ചേർന്ന് തന്നെ. വെള്ളം കുടിക്കുകയാണെങ്കിൽ അതെല്ലാം പൂജ തന്നെയാണ്. പൂജാത്തേ വിഷയോപഭോഗരചന എന്നവിടെ ഒരു ശ്ലോകത്തിലുണ്ട്. ഞാൻ പറഞ്ഞത് പൂജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാമാണ് പൂജ എന്നുള്ളത്. അപ്പോൾ ശരീരത്തെ ആത്മാവായിട്ട് ഗണിച്ചാൽ ശരീര സംബന്ധമായിട്ട് നമ്മൾ എന്തെല്ലാം ഈ മല്യ അലങ്കാരങ്ങളൊക്കെ ചെയ്യുന്നു അതെല്ലാം ഈ പൂജയുടെ ഭാഗത്തിൽ തന്നെ വിടുന്നത്. അതായത് സ്വർണ്ണ ആഭരണം അണിയിച്ച് നമ്മളെ തന്നെ കാണുന്ന ഒരു രംഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ മറ്റുള്ളവർ സ്വർണ്ണാഭരണങ്ങൾ അണിയിക്കുന്നത് കണ്ടിട്ട് അവരെ കാണുന്നത് ഒക്കെയുള്ള അത് കണ്ടിട്ട് ആ ആഭരണത്തിൻ്റെ ശോഭയിൽ ശോഭിക്കുന്ന മുഖമൊക്കെ കണ്ടു കഴിയുമ്പോഴേ നമ്മൾക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം. അതാണ് ഈ സന്തോഷം എല്ലാമാണ് ഈ ആത്മജ്ഞാനം കൊണ്ടുള്ള സന്തോഷം എന്ന് പറയുന്നത്. ഇതല്ല, കാരണം ആത്മവിദ്യയാണല്ലോ, ദേഹമാണ് ആത്മാ എന്നുള്ള വിദ്യ കിട്ടിയവരാണ് ഇവർ. അപ്പോൾ അതോടുകൂടിയിട്ട് ഇവർക്കെല്ലാം ഉള്ളതും ആത്മജ്ഞാനമാണ്. അവരത് ആത്മജ്ഞാനമാണ് എന്ന് ഡിക്ലെയർ ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവരൊന്നും ഡിക്ലെയർ ചെയ്യുന്നില്ല, അവർ പറയുന്നില്ല അങ്ങനെ അഹങ്കാരമൊന്നുമില്ല ഞങ്ങൾക്ക് ആത്മജ്ഞാനം കിട്ടി എന്നുള്ളത്. പക്ഷേ ഇതല്ലാതെ വേറെ ആർക്കെങ്കിലും പറയുകയാണ് ഇതിനേക്കാളും വലിയ മഹത്തായിട്ടുള്ള ആത്മജ്ഞാനം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചുമ്മാതല്ലല്ലോ പരിഹാസം തോന്നുന്നത്. അവർ പരിഹസിക്കും, കാരണം അവരുടെ കയ്യിലാണ് ശരിയായിട്ടുള്ള ആത്മജ്ഞാനം ഉള്ളതെന്നാണ് അവരുടെ ധാരണ ഉള്ളത്. അതാണല്ലോ സത്യം. കാരണം ബ്രഹ്മാവിൽ നിന്ന് കിട്ടിയ ഉപദേശം സാക്ഷാൽ അവരുടെ രാജാവ് തന്നെ അവർക്ക് ഉപദേശിച്ചു കൊടുത്തതാണ്. അപ്പോൾ ഇതിനകത്തെന്ന് പറഞ്ഞാൽ ബ്രഹ്മദേവൻ കള്ളം പറഞ്ഞതാണെന്ന് പറയേണ്ടി വരും, അല്ലെങ്കിൽ അസുര രാജാവ് കള്ളം പറഞ്ഞു എന്ന് പറയേണ്ടി വരും. അതൊന്നും സ്വീകാര്യമായ കാര്യമല്ല, വേറൊരിടത്തുനിന്നുമല്ല, ബ്രഹ്മദേവനിൽ തന്നെ കിട്ടിയ ഉപദേശമാണ്. അതെങ്ങനെ അസത്യമായിട്ട് തീരും? അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അതാണ് ശരി എന്നുള്ളത്. അവരെ സംബന്ധിച്ചെന്നുള്ളതല്ല, അതുവരെയുള്ള രീതി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരെയും സംബന്ധിച്ചും അത് തന്നെയാണ് ശരി എന്നുള്ളതാണ്. കാരണം ബ്രഹ്മദേവൻ അതിനുശേഷം ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ബ്രഹ്മദേവൻ പറഞ്ഞല്ലോ കഷ്ടം എന്നുള്ള ഒരു പ്രയോഗം ബ്രഹ്മദേവൻ നടത്തി. പോകുന്ന ഇന്ദ്രവിരോചന്മാരെ നോക്കിക്കൊണ്ട് ആത്മാവിനെ അറിയുകയോ സാക്ഷാത്കരിക്കുകയോ ചെയ്യാതെ ഇവർ പോകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് കാരണം തസ്മാത് അദ്യാപി ഇന്നും ഇഹ, അതുകൊണ്ട് ഇപ്പോഴും ഈ ലോകത്തിൽ ദാനം ചെയ്യാത്തവനെയും ശ്രദ്ധയില്ലാത്തവനെയും യാഗാദികൾ ചെയ്യാത്തവനെയും കുറിച്ച് കഷ്ടം, ഇവൻ അസുര സ്വഭാവമുള്ളവനാണ് എന്ന് ജനങ്ങൾ പറയുന്നു. എങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരെ നോക്കിയിട്ട്, നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും നോക്കിയിട്ട് പറയുകയാണ് ഇവന് ഒരു അസുര സ്വഭാവമുള്ളവനാണ്, ഇവന് അസുരവിത്താണ്, ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗമുണ്ടല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറഞ്ഞതിൻ്റെ പിന്നിലുള്ള കാരണം ഈ ബ്രഹ്മദേവൻ്റെ ഈ ഉപദേശം എന്ന് ജനങ്ങൾ പറയുന്നു. ദാനം ചെയ്യാതിരിക്കൽ, അശ്രദ്ധ മുതലായവ ഇതെല്ലാം അപ്പോൾ ഈ ദാനം ചെയ്യാതിരിക്കുക, കാരണം വേറൊന്നും ചെയ്യാനില്ല, മറ്റുള്ളവർക്കല്ലല്ലോ കൊടുക്കാൻ പറഞ്ഞത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബമാണ്
പ്രതിബിംബത്തെ നീ കാണുന്നുവെങ്കിൽ നീ ആത്മജ്ഞാനം നേടിയവനാണ് എന്നുള്ള പ്രഖ്യാപനമാണ് ഉണ്ടായത്. കണ്ണാടിയിലുള്ള പ്രതിബിംബത്തെ ആരും ഉപാസിക്കത്തില്ലല്ലോ. അപ്പം പിന്നെ ഉപാസന എങ്ങോട്ട് പോകുന്നു? സ്വശരീരത്തിലേക്ക് തന്നെ പോകും. അങ്ങനെ വന്നു കഴിയുമ്പോൾ അവിടെ ഈ മാതിരിയുള്ള ഉപനിഷത്തിനാൽ സംസ്കരിക്കപ്പെട്ടവരായിട്ട് ഇവർ മാറുന്നു എന്ന്. അതുകൊണ്ടാണ് അസുരാണാം ഹിയേഷ ഉപനിഷത്ത് എന്ന് പറയുന്നത്. അസുരന്മാരുടെ ഉപനിഷത്ത് ഇതാണ്. അപ്പോൾ ഉപനിഷത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉപനിഷത്ത് എന്നുള്ളതിന് ഈ രഹസ്യവിദ്യ എന്നുള്ളതാണ് ഉപനിഷത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് രഹസ്യവുമാണ്, അത് വിദ്യയുമാണ് എന്നുള്ളതാണ്. അതൊരു ഗൂഢോപദേശത്തിന് പ്രധാനമുണ്ട്. എന്നാൽ സാധാരണ വിദ്യയാണെങ്കിൽ പിന്നെ അതിനകത്ത് പ്രത്യേകതയില്ല, അതിന് ഉപനിഷത്ത് എന്ന് പറയത്തില്ല. അപ്പോൾ ഇവിടുത്തെ ഒരു നിഗൂഢത്വമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് രഹസ്യം എന്ന് പറഞ്ഞത്. പിന്നെ എല്ലാവർക്കും ഇത് കിട്ടത്തുമില്ല. അതും പിന്നെ അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് വിദ്യാമണ്ണം ഗുരുവിനെ സമീപിക്കണം, ശുശ്രൂഷാദികൾ ചെയ്യണം. കാരണം അവർ 32 വർഷം ചെന്ന ഉടനെ ദക്ഷിണ തന്നു, ഇനിയിപ്പോൾ ഉപദേശിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പരിപാടിയല്ലത്. അതുകൊണ്ട് 32 വർഷം സേവിച്ചതിന് ശേഷമാണ് ഈ വിദ്യയും കൊണ്ട് അവർ പോയത്. അപ്പോൾ അതുകൊണ്ട് സേവ ചെയ്തു, പിന്നെ ചോദ്യം ചോദിച്ചു, പിന്നെ വിദ്യാപണം ആണല്ലോ ഇതെല്ലാം നടക്കുന്നത്. പിന്നെ അതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഉപദേശം കിട്ടി. അതാണ് അതുകൊണ്ട് ഉപനിഷത്ത് എന്ന് പറഞ്ഞത്. ആർക്കുള്ള ഉപനിഷത്ത്? ഇതാണ് അസുരാണാം എന്ന് പറഞ്ഞത്. തസ്യ ഹി അസുരാണാം ഹി ഏഷ ഉപനിഷത്ത് എന്ന് പറയുന്നത്. അസുരാണാം ഹി ഏഷ ഉപനിഷത്ത്. തസ്യ ഇല്ല കേട്ടോ, തസ്യ വേറെ. പ്രേതസ്യ ശരീരം എന്നുള്ളത്. ശരീരം, പ്രേതസ്യ ശരീരം. പ്രേതസ്യ എന്ന് പറഞ്ഞാൽ മരിച്ചവൻ്റെ ശരീരത്തെ ഭിക്ഷയ വസനേന അലങ്കാരേണ എന്ന്. അപ്പോൾ ഇത് ഈ വസ്ത്രം, അതായത് മരിച്ചവൻ്റെ ശരീരം ആണെങ്കിൽ പോലും അതിന് എല്ലാം ഇത് ഉപചാരങ്ങൾ ചെയ്യുന്നല്ലോ. അപ്പം പ്രേതസ്യ ശരീരം ഭിക്ഷയാ വസനേന അലങ്കരേണ ഇതി സംസ്കുർവന്തി എന്ന്. അപ്പോൾ അങ്ങനെ ദിവ്യമാലാംബരങ്ങളെല്ലാം ഈ ദേഹത്തെ അണിയിച്ച്, കാരണം അതാണല്ലോ ആത്മാ. അപ്പോൾ അതിനെയാണ് അതിനെ അങ്ങ് അവ്യക്തത്തിലേക്ക് കടത്തിവിടുകയാണ്. അപ്പോൾ അവ്യക്തത്തിലേക്ക് കടത്തിവിടുന്നതിന് മുൻപായിട്ട് അതിനെ ഈ അലങ്കാരങ്ങളൊക്കെ ചെയ്ത് കൊണ്ടുപോകും. കാരണം അത് ആത്മാവാകിയാൽ ഏതേന ഹി അമും ലോകം ജ്യേഷ്യന്തു മഞ്ഞന്തേ. അപ്പോൾ ഇപ്രകാരം ചെയ്താൽ അതുകൊണ്ട് പരലോക സുഖങ്ങൾ അനുഭവിക്കാൻ കഴിയുമെന്ന് അവർ വിചാരിക്കുന്നു. അപ്പോൾ ഇപ്രകാരം ഇതാണ് ഈ ശരീര സംസ്കാരം വേണ്ട വിധത്തിൽ ചെയ്താൽ പരലോക സുഖം ലഭിക്കുമെന്ന് അവർ വിചാരിക്കുന്നു. കൂടുതലൊന്നും വ്യാഖ്യാനിക്കുന്നൊന്നുമില്ല. ഇതിലാണ് കാര്യങ്ങളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് കേട്ടാൽ മനസ്സിലാകും. കൂടുതൽ വ്യാഖ്യാനിക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്നാൽ ഒറ്റ വരി ഇതിൽ തന്നെയുണ്ട്. അത് അവനവൻ്റെ യുക്തിക്കനുസരിച്ച് വ്യാഖ്യാനിക്കാം. ഇത് ഇത്രയുമാണ്. ഇതിനെ വായിക്കാം. അതുകൊണ്ട് ഇപ്പോഴും ഈ ലോകത്തിൽ ദാനം ചെയ്യാത്തവനെയും ശ്രദ്ധയില്ലാത്തവനെയും യാഗാദികൾ ചെയ്യാത്തവനെയും കുറിച്ച് കഷ്ടം, ഇവൻ അസുര സ്വഭാവമുള്ളവനാണ് എന്ന് ജനങ്ങൾ പറയുന്നു. ദാനം ചെയ്യാതിരിക്കൽ, അശ്രദ്ധ മുതലായവ ഉപനിഷത്ത് ഇതിനെ എല്ലാത്തിനും ചേർത്തിട്ടാണ് ഉപനിഷത്ത് എന്ന് പറഞ്ഞത്. അസുരന്മാർക്കുള്ളതാണല്ലോ. ആ ഉപനിഷത്തിനാൽ സംസ്കരിക്കപ്പെട്ടവർ മരിച്ചുപോയവൻ്റെ ശരീരത്തെ ഗന്ധമാല്യാദികളെ കൊണ്ടും നല്ല വസ്ത്രങ്ങൾ കൊണ്ടും മറ്റ് ആഡംബര വസ്തുക്കളെ കൊണ്ടും നല്ലവണ്ണം അലങ്കരിച്ച് സംസ്കരിക്കുന്നു. എന്തെന്നാൽ അതുകൊണ്ട് പരലോക സുഖങ്ങൾ അനുഭവിക്കാൻ കഴിയുമെന്ന് അവർ വിചാരിക്കുന്നു. നമുക്ക് എപ്പോഴും ഒരു സംശയം ഉണ്ടാവും. ഈ നാനാ വിഭാഗത്തിലുള്ള ഈ ആചാരങ്ങളും വിചാരങ്ങളും എല്ലാം എങ്ങനെയാണ് ഉണ്ടായത്? അതിൻ്റെ കാര്യം ഇതെങ്ങനെയൊക്കെ തന്നെയാണ്. ഈ ഉപനിഷത്തിൻ്റെയോ വേദത്തിൻ്റെയോ ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടാകും. അതും കൊണ്ട് ഒരു വിഭാഗം ആൾക്കാർ പോകും. മറ്റെന്തെങ്കിലും വേറൊരിടത്ത് പറയുമ്പോൾ അതുകൊണ്ട് മറ്റൊരു വിഭാഗം ആൾക്കാർ പോകും. അപ്പോൾ ഡയറക്റ്റായിട്ട് പറയുന്നു എന്നുള്ളതല്ല, പലപ്പോഴും ഇൻഡയറക്റ്റ് ആയിട്ടുള്ളത് വെച്ചുകൊണ്ട് അവർ മറ്റെന്തെങ്കിലും ഒരു ഫിലോസഫി തന്നെ അതിനകത്തുനിന്ന് രൂപപ്പെടുത്തിയെടുത്തുനിന്ന് വരും. അത് പിന്നീട് അവരുടെ യുക്തിക്കനുസരിച്ച് എങ്ങനെയാണ് അതുകൊണ്ട് നടക്കുന്ന ആചാര്യന്മാർ വ്യാഖ്യാനിക്കുന്നത്, പരിഷ്കരിക്കുന്നത്,
ഇങ്ങനെയൊക്കെയുള്ളത് പ്രയോഗത്തിൽ വരും. അപ്പോൾ ഇതുകൊണ്ട് ഇവിടുത്തെ ഈ ഉപദേശത്തിൻ്റെ ഈ കഥ ഇവിടെ നിൽക്കുന്നില്ല. അപ്പോൾ ഇന്ദ്രൻ, അപ്പം അസുരന്മാരുടെ കാര്യമാണല്ലോ, ഇന്ദ്രൻ ദേവന്മാരുടെ അടുത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്നൊരു ഭയമുണ്ടായി എന്നാണ്. അതഹ്യ ഇന്ദ്ര അപ്രാപ്യൈവ ദേവാൻ ഏതദ് ഭയം ദദർശ. അപ്പോൾ ഇന്ദ്രന് ഇച്ചിരി യാത്ര കൂടുതലുണ്ടായിരിക്കാം ഇന്ദ്രൻ. പെട്ടെന്ന് തന്നെ അസുരന്മാരുടെ രാജാവ് അവരുടെ സ്ഥലത്തെത്തി. പക്ഷെ ഇദ്ദേഹത്തിന് പോകുന്ന പോക്കിൽ ഒരു ഭയമുണ്ടായി. എന്താണ്? എപ്രകാരമാണോ ഈ ഛായാത്മാവ് അഥവാ ശരീരം നല്ലവണ്ണം അലങ്കരിച്ചിരിക്കുമ്പോൾ ഈ ഛായാത്മാവ്, അതായത് ഈ പ്രതിബിംബം, ഈ ശരീരം നല്ലവണ്ണം അലങ്കരിച്ചിരിക്കുമ്പോൾ നല്ലവണ്ണം അലങ്കരിച്ചിട്ടുള്ളതായും നല്ല വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുമ്പോൾ നല്ല വസ്ത്രങ്ങൾ ധരിച്ചതായും നഖലോമാദികൾ മുറിച്ച് പരിഷ്കരിച്ചതായിരിക്കുമ്പോൾ അങ്ങനെ തന്നെ പരിഷ്കരിച്ചതായും ഇരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ശരീരം അന്ധമായാൽ അന്ധമായും കണ്ണോ മൂക്കോ ഒലിക്കുന്നതായാൽ കണ്ണോ മൂക്കോ ഒലിക്കുന്നതായും. ഇതിങ്ങനെ തന്നെയാണ്. എന്താണ്? സ്രാമഹ എന്ന്. അതാണ് കണ്ണോ മൂക്കോ ഒലിക്കുന്നതായാൽ ഒലിക്കുന്നതായിരിക്കും എന്ന് പറയുന്നത്. സ്രാമഹ. നമ്മൾ ശ്രവിക്കുക എന്ന് പറയത്തില്ലേ, അത് തന്നെയാണ്. സതി സ്രാമഹ. ഇതാണ് ശ്രവിക്കുക എന്നുള്ളതാണ് ഈ സ്രാമഹ. ശ്രവിക്കുന്നതായും, അതിനാണ് മൂക്കോ ഒലിക്കുന്നതായും. ഞാൻ ഈ വായിക്കുന്നത് ചാന്തോക്യോപനിഷത്ത് മൃഡാനന്ദ സ്വാമിജിയുടെ രാമകൃഷ്ണാശ്രമത്തിൻ്റെ വ്യാഖ്യാനമാണ്. അതിൽ 8:9:1 അതാണ്. കണ്ണോ മൂക്കോ ഒലിക്കുന്നതായാൽ കണ്ണോ മൂക്കോ ഒലിക്കുന്നതായും, കയ്യോ കാലോ മുറിഞ്ഞതായിരുന്നാൽ കയ്യോ കാലോ മുറിഞ്ഞതായും. അതാണ് പരിവൃക്ണഹ. മുറിഞ്ഞതാണെങ്കിൽ മുറിഞ്ഞതായി ഇരിക്കുന്നതായിട്ട് കാണും. ഈ ശരീരം നശിക്കുമ്പോൾ അതനുസരിച്ച് നശിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇതിനെപ്പറ്റിയുള്ള വിജ്ഞാനത്തിന് നല്ല ഫലമൊന്നും ഞാൻ കാണുന്നില്ല എന്ന്. അപ്പം ഇന്ദ്രന് പെട്ടെന്ന് കാര്യം പിടികിട്ടി. അതായത് ഇതിനകത്ത് എന്താ ഇപ്പം ജ്ഞാനമുള്ളത് എന്നാണ് ചോദിച്ചത്. ഇതിനകത്ത് ഇപ്പം എന്താ ജ്ഞാനം? എന്നാൽ ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. വിശേഷിച്ച് ഒരു ഉപദേശം കൊണ്ട് ഞാൻ മഹാനായി എന്നും പറഞ്ഞ് പോകേണ്ട കാര്യമില്ലല്ലോ എന്ന് ഇന്ദ്രന് പെട്ടെന്ന് തോന്നി. സമിത്പാണിഹി പുനരേയായ തംഹ പ്രജാപതിരുവാച. അപ്പോൾ ഇന്ദ്രന് പിന്നെ യാത്ര മുന്നോട്ട് തുടർന്നില്ല, തിരിച്ചുപോയി. ഇന്ദ്രൻ ചമത വീണ്ടും കയ്യിലെടുത്തുകൊണ്ട് മടങ്ങി വന്നു. പ്രജാപതി അദ്ദേഹത്തോട് ചോദിച്ചു, അല്ലയോ ഇന്ദ്ര, നീ ശാന്തഹൃദയനായി വിരോചനോടുകൂടെ പോയതാണല്ലോ എന്ന്. മഘവൻ ശാന്തഹൃദയ പ്രാവ്രാജീഹി എന്ന്. സാർദ്ധം വിരോചനേന, അതുകൊണ്ടാണ് വിരോചനോടൊപ്പം നീ പോയതാണല്ലോ എന്ന്. എന്താഗ്രഹിച്ചാണ് വീണ്ടും വന്നിരിക്കുന്നത് എന്ന്. അതായത് അത് ആഗ്രഹത്തോടു കൂടിയാണ് വന്നിരിക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമിത്പാണി എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ നമ്മൾ ഈ സമിത്പാണി എന്ന് കേട്ട് കഴിഞ്ഞാൽ അത് വേറെ അർത്ഥത്തിലൊന്നും എടുക്കണ്ട. സമിത്പാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യ നേടാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നു എന്നതിൻ്റെ ലക്ഷണമായിട്ടാണ് ഈ സമിത്പാണി കാണിക്കുന്നത് എന്ന്. എപ്രകാരമാണോ ഈ ഛായാത്മാവ് ഈ ശരീരം നല്ലവണ്ണം അലങ്കരിച്ചിരിക്കുമ്പോൾ, എന്നിട്ട് അതേമാതിരി പറയുകയാണ്. ആ ചിന്ത എങ്ങനെയായിരുന്നു ആ ചിന്ത അങ്ങനെ തന്നെ പറഞ്ഞിട്ട് വേണേ. ഈ ശരീരം നശിക്കുമ്പോൾ അതനുസരിച്ച് നശിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇതിനെപ്പറ്റിയുള്ള വിജ്ഞാനത്തിൽ നല്ല ഫലമൊന്നും ഞാൻ കാണുന്നില്ല എന്ന്. അതായത് ഇതെനിക്കറിയാവുന്ന കാര്യമാണ്, ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇതിനകത്ത് എന്താ വിദ്യ ഉള്ളത് എന്ന് ചോദിച്ചുകൊണ്ട് വന്നു. ഏവമേവ യേശ മഘവൻ ഇതിഹാവാച. അപ്പം പ്രജാപതി പറഞ്ഞു, അല്ലയോ ഇന്ദ്ര, ഇതങ്ങനെ തന്നെയാണ്. എന്നാൽ ഇതിനെ തന്നെ വീണ്ടും ഞാൻ വ്യാഖ്യാനിച്ചു തരാം. വീണ്ടും 32 കൊല്ലം ഇവിടെ ബ്രഹ്മചര്യ വ്രതത്തോടെ താമസിക്കുക. 32 കൊല്ലം. ഇതാണ് ഇതിൻ്റെ ഒരു മഹിമ എന്ന് പറഞ്ഞു. നമ്മളൊക്കെ എന്താ ഇപ്പം അങ്ങ് ഉപദേശിച്ചാലെന്നാ. എന്നാൽ ഇത് ഉപദേശിച്ചാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി എടുക്കണമെങ്കിൽ തന്നെ 32 വർഷം എടുക്കുമെന്ന് സാരം, അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത 32 വർഷം ആകുമ്പോഴത്തേക്ക് അടുത്ത കാര്യം മനസ്സിലാവും.
അങ്ങനെ ഒരു 4:32 ആയി കഴിയുമ്പോഴത്തേക്ക് 32-ൽ 2 പോകട്ടെ, 4 30 ആകുമ്പോഴത്തേക്ക് 3 12 120 വയസ്സാകും. അങ്ങനെ 32 കൊല്ലം അവിടെ താമസിച്ചു. അതിനുശേഷം പ്രജാപതി ഇന്ദ്രന് പറഞ്ഞു കൊടുത്തു. ഇതാണ് യേഷ സ്വപ്നേ മഹീയമാനശ്ചരതി യേഷ ആത്മേതി. ഇതാണ് നമ്മൾ കണ്ട രണ്ടാമത്തെ മന്ത്രം. നമ്മുടെ ഈ ബ്രഹ്മസൂത്രത്തിൻ്റെ ഈ 19ാമത്തെ അതിനകത്ത് നമ്മൾ കണ്ടല്ലോ, യേഷ സ്വപ്നേ മഹീയമാനശ്ചരതി യേഷ ആത്മാ എന്ന് പറയുന്നത്. അതിതാണ് 8 ഛാന്ദോഗ്യോപനിഷത്തിലെ 8:10-1. യേഷ സ്വപ്നേ മഹീയമാനശ്ചരതി യേഷ ആത്മേതി ഉവാച ഏതത് അമൃതം അഭയം ഏതത് ബ്രഹ്മേതി സഹ ശാന്തഹൃദയഃ പ്രവവ്രാജ സഹ അപ്രാപ്യൈവ ദേവാൻ ഏതത് ഭയം ദദർശ തദ്യതി അപീതം ശരീരമന്തം ഭവത്യനന്തഃ സ ഭവതി. യദി ശ്രാമമശ്രാമോ ന ഏവ യേഷോ അസ്യ ദോഷേണ ദുഷ്യതി. സ്വപ്നത്തിൽ പൂജിക്കപ്പെടുന്നതായി സഞ്ചരിക്കുന്നതേതോ അതാണ് ആത്മാ. ഇത് അമൃതവും അഭയവുമാകുന്നു. ഇതാകുന്നു ബ്രഹ്മം എന്ന് പ്രജാപതി പറഞ്ഞു. ഇത് കേട്ട് ഇന്ദ്രൻ ശാന്തഹൃദയനായിപ്പോയി. എന്നാൽ ദേവന്മാരുടെ അടുത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ ഈ ഭയത്തെ ദർശിച്ചു. എന്തെന്നാൽ ഈ ശരീരം അന്ധമായിരുന്നാലും ഈ സ്വപ്നാത്മാവ് അന്ധമായിത്തീരുന്നില്ല. ഈ ശരീരം കണ്ണോ മൂക്കോ ഒലിക്കുന്നതായിരുന്നാലും സ്വപ്നാത്മാവ് കണ്ണോ മൂക്കോ ഒലിക്കുന്നതായിത്തീരുന്നില്ല. ഈ ശരീരത്തിൻ്റെ ദോഷം കൊണ്ട് സ്വപ്നാത്മാവ് ദുഷിക്കുന്നില്ല. ഈ ശരീരത്തിൻ്റെ വധത്താൽ സ്വപ്നാത്മാവ് വധിക്കപ്പെടുന്നില്ല. ശരീരം ഹനിക്കപ്പെടുമ്പോൾ സ്വപ്നാത്മാവ് ഹരിക്കപ്പെടുന്നില്ല. ഇങ്ങനെ ചിലപ്പോൾ താൻ തന്നെ കരയുന്നത് പോലെയും തോന്നുന്നു. ഈ സ്വപ്നാത്മാ ദർശനത്തിലും ഇഷ്ടമായ ഫലം ഞാൻ കാണുന്നില്ല എന്ന് ഇന്ദ്രൻ വിചാരിച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ സ്വപ്നദൃഷ്ട. അപ്പോൾ ഇത് സ്വപ്നദൃഷ്ടാവിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എടുക്കണം മറ്റേത് ജാഗ്രത്തിലെ ദൃഷ്ടാവിനെ കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത് എന്ന്. അതായത് ജാഗ്രത്തിലെ ദൃഷ്ടാവ് എന്ന് പറയുമ്പോൾ നമ്മൾ ജാഗ്രത്വ എന്ന് പറയുന്നത് ഈ ശരീരാഭിമാനി, ജാഗ്രത് അഭിമാനി എന്ന് പറയുന്നതും ശരീരാഭിമാനി എന്ന് പറയുന്നതും രണ്ടും ഒരുപോലെ തന്നെ. അങ്ങനെയുള്ള ആ ശരീരാഭിമാനി ആണ് ആത്മാവായിട്ട് ഒന്നാമത്തെ ഉപദേശം കിട്ടിയത്. എന്താണ് സത്യം, ഇതാണ് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ചെന്നത്. അപ്പോൾ ഉടൻ തന്നെ ജാഗ്രത അഭിമാനി എന്ന് പറയും. ജാഗ്രത അഭിമാനിയിലേക്ക്, അതായത് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്നാണ്, ഈ ശരീരത്തിൽ നിന്റെ പുറത്തുള്ള എല്ലാത്തിനെയും നിഷേധിച്ച് ശരീരത്തിൽ വെച്ചുകൊണ്ടാണ് ഉപദേശം തുടങ്ങിയെന്നുള്ളത്. അല്ലാതെ അപ്പോൾ അതുകൊണ്ട് നേരെ മുകളിലേക്ക് നോക്കിയിട്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ നേരെ നോക്കിയിട്ട് മറ്റെവിടെയെങ്കിലും ലക്ഷ്യം കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത് ആ ഒരു ഉപദേശമേ പോയില്ല. പകരം സ്വശരീരത്തിലേക്ക് വെച്ചുകൊണ്ട് തന്നെയാണ് ഒന്നാമത്തെ ഉപദേശം തുടങ്ങിയത്. അവിടെ ആ ഉപദേശം, കാരണം ഇവിടെ ഇപ്പം രണ്ടാമത്തെ ഉപദേശം സ്വപ്നാഭിമാനിയെക്കുറിച്ചുള്ള വിഷയമാകയാൽ ഇതിനകത്തും നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ഒന്നാമത്തെ ഉപദേശം ജാഗ്രത അഭിമാനി തന്നെയാണ് ആത്മാ എന്ന രീതിയിൽ ആണ് ആദ്യത്തെ ഉപദേശം. ഉപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭാഷണത്തിൻ്റെ ആദ്യഘട്ടം എന്നേ നമുക്ക് എടുക്കാവും. അല്ലാതെ ഉപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മദേവൻ എന്ത് പറഞ്ഞോ അതിനെയാണ് ഇവിടുത്തെ ഉപദേശം എന്ന് പറയുന്നത്. അതായത് ആത്യന്തികമായിട്ട് ഇതാണ് ഉപദേശിച്ചതെന്ന അർത്ഥത്തിലല്ല. അപ്പോൾ ഉപദേശം എന്ന വാക്കിന് തന്നെയാണെങ്കിൽ ഒരു സംഭാഷണം തുടങ്ങിയിട്ട് അവസാനിപ്പിക്കുന്നത് വരെ എന്തൊക്കെ പറയുന്നു അതെല്ലാമാണ് ആ ഉപദേശം എന്ന് പറയുന്നത്. ഉപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയിപ്പിക്കൽ എന്നാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടത്. അറിയിക്കൽ എന്നുള്ളത്, അറിയിക്കൽ, ഇതാണ് ഉപദേശം എന്ന് പറഞ്ഞാൽ. അല്ലാതെ ഉപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തന്നെ അതൊരു എന്താണ് ശക്തി പകരല്, ദിവ്യജ്ഞാനം പകരല് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അറിയിക്കലാണ് ഉപദേശം, അല്ലാതെ വേറെ ഒന്നുമല്ല. ദിശതി എന്നുള്ളത്, ദേശം എന്നൊക്കെയുള്ള പറച്ചിട്ടുണ്ടല്ലോ നമ്മൾ. ആദേശ, ഉപദേശ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാണിച്ചു കൊടുക്കൽ എന്നുള്ള അർത്ഥം. സന്ദർശനം എന്നൊക്കെയുള്ള അത് വേറെ, സന്ദർശനമാണത്. ദർശിപ്പിക്കൽ
ഇവിടെയാണെങ്കിൽ ഉപദേശിക്കൽ എന്നുള്ളതാണ്. അപ്പോൾ ഈ എന്താണ് കണ്ണ് തുറപ്പിക്കൽ എന്നൊക്കെയുള്ള രീതിയിലേക്ക് അത് വ്യാഖ്യാനിച്ച് മാറ്റുന്നു. അതായത് ഉപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് തുറപ്പിക്കലാണ്, സത്യത്തേക്കുള്ള കണ്ണ് തുറപ്പിക്കലാണ് എന്നൊക്കെ ഉള്ളത് നമ്മൾ വ്യാഖ്യാനിച്ചെടുക്കുന്നതാണ്. പക്ഷേ ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അറിയിക്കലാണ് നടക്കുന്നത്. അപ്പോൾ അന്ന് അറിയിച്ചു. ആ അറിയിച്ചപ്പം ആദ്യത്തെ അറിയിക്കലിലൂടെ അതിനകത്ത് ഒരു പൂർണ്ണത വരാത്തത് കാരണം രണ്ടാമതായിട്ട് അതിലും ഉപരിയായിട്ട് ഒന്നിനെ കൂടെ അറിയിപ്പിച്ചു. ആ അറിയിച്ചതാണിത് സ്വപ്നാത്മാവ് എന്നുള്ള രീതിയിലേക്ക് വന്നു. ഇതാണ് നമ്മൾ സ്വപ്നാഭിമാനി എന്ന് പറയുന്നത്. തൈജസ്സിനെ കുറിച്ചാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതനുസരിച്ച് നമുക്ക് കാണാം, മുമ്പ് ജാഗ്രത അഭിമാനി വിശ്വനെ കുറിച്ചായിരുന്നു പരാമർശിച്ചിരുന്നത്. ഇപ്പോൾ സ്വപ്നത്തിൽ പൂജിക്കപ്പെടുന്നതായി സഞ്ചരിക്കുന്നതേതോ അതാണ് ആത്മാവ്. ഇത് അമൃതവും അഭയവുമാകുന്നു, ഇതാകുന്നു ബ്രഹ്മം എന്ന് പ്രജാപതി പറഞ്ഞു. അപ്പോൾ ഇതാണ് അപ്പോൾ ഈ സ്വപ്നാത്മദർശനത്തിലും ഇഷ്ടമായ ഫലം ഞാൻ കാണുന്നില്ല എന്ന് ഇന്ദ്രന് തിരിച്ചറിഞ്ഞു. അതിനുശേഷം സസമിത്പാണിഹി പുനരേയായ തംഹ പ്രജാപതിരുവാച മഘവൻ യച്ഛാന്തഹൃദയ പ്രാവ്രാജീഹി വിമിച്ഛൻ പുനരാഗമായി. ഇങ്ങനെ പോകും. ഇന്ദ്രൻ വീണ്ടും ചമത കയ്യിലെടുത്തുകൊണ്ട് മടങ്ങി വന്നു. പ്രജാപതി അദ്ദേഹത്തോട് ചോദിച്ചു, അല്ലയോ ഇന്ദ്ര, നീ ശാന്തഹൃദയനായി പോയതാണല്ലോ, എന്താഗ്രഹിച്ചാണ് വീണ്ടും വന്നിരിക്കുന്നത് എന്ന്. ഇന്ദ്രൻ മറുപടി പറഞ്ഞു, ഭഗവാനെ, ഈ ശരീരം അന്ധമായിരുന്നാലും ഈ സ്വപ്നാത്മാവ് ഇങ്ങനെ അന്ധമായി തീരുന്നില്ലല്ലോ. ഇങ്ങനെ ഇത് പറഞ്ഞു, ഈ ശരീരത്തിൻ്റെ വധത്താൽ സ്വപ്നാത്മാവ് വധിക്കപ്പെടുന്നില്ലല്ലോ. അപ്പോൾ ഇത് കേട്ടിട്ട് പ്രജാപതി പറഞ്ഞു, അല്ലയോ ഇന്ദ്ര, ഇത് അങ്ങനെ തന്നെയാണ്. ഏവമേവ യേഷ മഘവൻ നീതി ഹോവാച്ച. അല്ലയോ ഇന്ദ്ര, അങ്ങനെ തന്നെയാണ്. ഇനിയും 32 വർഷങ്ങൾ കൂടി ഇവിടെ ബ്രഹ്മചര്യ വ്രതത്തോടുകൂടി താമസിക്കുക. അപ്പോൾ ഇതാണ് മൂന്നാമത്തേലേക്ക് എത്തി. അപ്പോൾ ആദ്യത്തെ 32 ജാഗ്രത അഭിമാനിയാണെന്നുള്ളത് അറിഞ്ഞു. രണ്ടാമത്തെ 32 വർഷത്തെ തപസ്സിലൂടെ സ്വപ്നാഭിമാനിയിലേക്ക് എത്തി. മൂന്നാമത്തെ 32 വർഷം എന്നുള്ളത്. അപ്പോൾ അത് ഇന്ദ്രൻ 32 വർഷം അവിടെ താമസിച്ചു. അതിനുശേഷം പ്രജാപതി അവന് പറഞ്ഞു കൊടുത്തു, എന്താണ്, തദ് യത്ര ഏതത് സുപ്തഃ സമസ്തഃ സംപ്രസന്നഃ സ്വപ്നം ന വിജാനാതി യേഷാത്മേതി ഹോവാച. ഇതാണ് നമ്മൾ മൂന്നാമത് കണ്ടത്. തദ്യേത്ര ഏതത് സുപ്തഃ സമസ്തഃ സംപ്രസന്നഃ സ്വപ്നം ന വിജാനാതി യേഷാത്മാ. ഇത് 8:11 ന വിജാനാതി യേഷാത്മേതി ഹോവാച ഏതത് അമൃതമഭയം ഏതത് ബ്രഹ്മേതി സഹ ശാന്തഹൃദയ പ്രവവ്രാജ. അപ്പോൾ ഇതിനർത്ഥം ഇതാണ്, ആരാണോ സുഷുപ്തിയെ പ്രാപിച്ച് കരണങ്ങളെയെല്ലാം ഉപസംഹരിച്ച് പൂർണ്ണനായി നല്ലവണ്ണം പ്രസന്നനായി സ്വപ്നത്തെ കൂടി അറിയാതിരിക്കുന്നത്, അതാണ് ആത്മാ എന്ന്. അപ്പോൾ സുഷുപ്തി അഭിമാനിയാണ് ആത്മാ എന്ന് ആണ് മൂന്നാമത്തെ ഉപദേശം. ഇത് അമൃതവും അഭയവുമാകുന്നു, ഇതാകുന്നു ബ്രഹ്മം എന്ന് പ്രജാപതി പറഞ്ഞു. അത് കേട്ട് ഇന്ദ്രൻ ശാന്തഹൃദയനായിപ്പോയി. എന്നാൽ ദേവന്മാരുടെ അടുത്തെത്തുന്നതിന് മുമ്പ് തന്നെ ഈ ഭയത്തെ ദർശിച്ചു. അവിടെയും ഭയം. സുഷുപ്താവസ്ഥയിലുള്ള ഈ ആത്മാവ് ഇത് ഞാനാകുന്നു എന്ന് തന്നെയും മറ്റു ഭൂതങ്ങളെയും തീരെ അറിയുന്നില്ല എന്ന്. അതായത് സുഷുപ്തിയിലൊന്നും അറിയുന്നില്ല ചുരുക്കത്തിൽ. മാത്രമല്ല സുഷുപ്തിയിൽ ആത്മാവ് നശിച്ചതുപോലെ ആയിത്തീരുന്നു. അതായത് സുഷുപ്തിയിൽ ഞാൻ എന്നെ തന്നെ അറിയുന്നില്ല എന്ന്. ഈ സുഷുപ്താത്മദർശനത്തിലും ഞാൻ ശരിയായ ഫലം കാണുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാവരും എപ്പോഴും എല്ലാവർക്കും ഉള്ളതാണല്ലോ സുഷുപ്തി. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എന്താ വിശേഷകരമായൊരു ഉപദേശം കിട്ടിയെന്നുള്ളതാണ്. ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് തിരിച്ചു വീണ്ടും മടങ്ങി വന്നു. സമിത്പാണിഹി പുനരേയായ, വീണ്ടും സമിത്പാണിയായിട്ട് തന്നെ എത്തി എന്നുള്ളത്. അതായത് വീണ്ടും അറിയാൻ ആഗ്രഹിക്കുന്നവനായിട്ടെത്തി എന്നുള്ളത്. ഇതാണ് ഈ സമിത്പാണി എന്ന് പറഞ്ഞാൽ. ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അറിയാൻ ആഗ്രഹിക്കുന്നവനായിട്ടെത്തി. സന്ദർശകനായിട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ സമിത്പാണിയുടെ കാര്യമില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം.
അല്ലെങ്കിൽ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും കുറച്ചറിയാം, നിങ്ങൾക്കും കുറച്ചറിയാം, നമുക്കിനി ചർച്ചയാവാം എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ സമിത് പാണിയുടെ പ്രസക്തിയില്ല. സമിത് പാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല, അങ്ങേക്കറിയാം, അറിയാൻ ആഗ്രഹിക്കുന്നു. ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ വരുന്നതിനെയാണ് പറയുന്നത് സമിത് പാണി എന്നുള്ളത്. തംഹ പ്രജാപതിരുവാച. അപ്പം പ്രജാപതി ഇന്ദ്രൻ ചമത കയ്യിലെടുത്തുകൊണ്ട് വീണ്ടും മടങ്ങി വന്നു. പ്രജാപതി ഇന്ദ്രനോട് ചോദിച്ചു, ഇപ്പം അങ്ങോട്ട് പോയിട്ട് എന്താ വീണ്ടും വന്നിരിക്കുന്നതെന്ന്. ഇന്ദ്രൻ മറുപടി പറഞ്ഞു, അല്ലയോ ഭഗവാനെ, സുഷുപ്ത്യാവസ്ഥയിലുള്ള ഈ ആത്മാവ് ഇത് ഞാനാകുന്നു എന്ന്. ശരിക്കും പോകേണ്ട കാര്യമില്ലായിരുന്നു, അവിടെ തന്നെ ഇരുന്ന് ചിന്തിച്ചിട്ട് ചോദിക്കേണ്ട കാര്യമല്ലോ. പക്ഷേ പോയാൽ ഇത് മടങ്ങി വരാൻ പറ്റത്തുള്ളൂ. മടങ്ങി വന്നാലേ വീണ്ടും ചോദിക്കേണ്ട വരത്തുള്ളൂ. ഇതാണ് അവൻ പോവുക. എന്നിട്ട് അവൻ പോകുമ്പോൾ അന്വേഷിച്ച് കൊണ്ടുപോവുക. അതായത് എന്താണ് ഇവിടെ മനനം ചെയ്തുകൊണ്ടേ പോവുക എന്നുള്ളതാണ്. ആ മനനത്തിലാണ് അതിനകത്തൂടെ വ്യക്തത വന്നത്, അറിഞ്ഞിട്ടില്ല എന്ന്. അതുകൊണ്ടാണ് ഈ മനനം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം. മനനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ആത്മാവിനെയാണ്. അത് ശരി തന്നെ. മനനത്തിലൂടെ മനസ്സിലാക്കുന്ന രണ്ടാമത്തെ കാര്യം, ആദ്യം അറിഞ്ഞത് അല്ല എന്നുള്ളതും നമുക്ക് മനനത്തിലൂടെ തന്നെ മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ മനനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേക പ്രാധാന്യമുള്ളതായിട്ടിരിക്കുന്നത്. അതായത് നമുക്കറിയാം എന്ന് നമ്മൾ വിചാരിച്ചത് അറിവല്ല എന്ന് മനസ്സിലാക്കണമെങ്കിൽ മനനം വേണം. ചുരുക്കത്തിൽ അതും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കണം. ഈ ആത്മാവ് ഇത് ഞാനാകുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ദ്രൻ മറുപടി പറഞ്ഞു, അല്ലയോ ഭഗവാനെ, സുഷുപ്താവസ്ഥയിലുള്ള ഈ ആത്മാവ് ഇത് ഞാനാകുന്നു എന്ന് തന്നെയും മറ്റു ഭൂതങ്ങളെയും തീരെ അറിയുന്നില്ല. സുഷുപ്തിയിലുള്ളതിനെ ഒന്നും അറിയുന്നില്ല. മാത്രമല്ല ഈ സുഷുപ്തിയിൽ ആത്മാവ് നശിച്ചതുപോലെയായിത്തീരുന്നു. ഈ സുഷുപ്താത്മദർശനത്തിലും ഞാൻ ശരിയായ ഫലം കാണുന്നില്ല എന്ന്. അപ്പോൾ പ്രജാപതി പറഞ്ഞു, ഇത് അങ്ങനെ തന്നെയാണ്. ഈ ആത്മാവിനെ പറ്റി നിനക്ക് ഞാൻ വീണ്ടും ഉപദേശിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അന്യമായിട്ടൊന്നുമില്ല. അതിനാൽ ഇനി 5 വർഷം കൂടി ഇവിടെ ബ്രഹ്മചാരിയായി വാസിക്കാം. ആദ്യത്തെ അപ്പം 32:3 ആണ് നമ്മൾ പറഞ്ഞത്. അപ്പം 3 9 3 2 6, അപ്പം 96 വർഷം എന്ന് അല്ലേ? 96 വർഷമാണ്. പക്ഷെ പിന്നീട് ഒരു 32 വർഷം ഇട്ടില്ല, പകരം 5 വർഷത്തെ പറഞ്ഞുള്ളൂ. 5 വർഷം ആകുമ്പോൾ 36 5 41, 36 36 96 5 101. അപ്പം കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ 101ാമത്തെ വയസ്സ്, 101 ഉപദേശം തുടങ്ങി 101 വർഷം എത്തിക്കഴിയുമ്പോൾ പൂർണ്ണോപദേശം കിട്ടും എന്നുള്ളത്. അതാണ് ആത്മാവിതിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ല. അതിനാൽ ഇനി 5 വർഷം കൂടി ഇവിടെ ബ്രഹ്മചാരിയായിട്ട് വസിക്കുന്നത്. ഇന്ദ്രൻ അതനുസരിച്ച് അവിടെ 5 വർഷം കൂടി വസിച്ചു. അങ്ങനെ ആകെ 101 വർഷമായി തീർന്നു. ഇന്ദ്രൻ പ്രജാപതിയുടെ അടുത്ത് 101 വർഷം ബ്രഹ്മചാരിയായി താമസിച്ചു എന്ന് പറയുന്നു. എൻ്റെ ഇടയ്ക്ക് നാട്ടിൽ പോയി വന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇന്ദ്രൻ ദേവന്മാരെ കാണാൻ പോയില്ല. അപ്പോൾ ഈ 101, അപ്പം മറ്റവരെന്താ അസുരന്മാർ പറഞ്ഞത് 101 വർഷം ദേവന്മാരുടെ ഇന്ദ്രൻ നഷ്ടപ്പെടുത്തി എന്ന്. ആ സമയത്ത് അവർ പറഞ്ഞത്, ഞങ്ങൾ കേവന്മാരാണ്, നിങ്ങൾ നാഥനില്ലാത്തവരായിപ്പോയി, നിങ്ങളുടെ രാജാവിന് ഞങ്ങളുടെ രാജാവിൻ്റെ അത്രയും ബുദ്ധിയില്ല, കഴിവുമില്ല, ശക്തിയില്ല, പോയി കാര്യം കണ്ട് മടങ്ങി വരാൻ ഉള്ള സാമർഥ്യമില്ല. ഇപ്രകാരമുള്ള പരിഹാസങ്ങളൊക്കെ ഉണ്ടാവാം എന്നുള്ളത്. അല്ലാതെ വെറുതെ അങ്ങനെ ഇരിക്കത്തൊന്നുമില്ലല്ലോ, നല്ല ശാന്തഹൃദയരായിട്ട്. അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ ബ്രഹ്മദേവൻ ഉപദേശം തുടങ്ങി. അല്ലയോ ഇന്ദ്ര, ഈ ശരീരം മരണധർമ്മത്തോടു കൂടിയതും മൃത്യുവിനാൽ ഗൃഹീതമാകുന്നു. ഇത് അമൃതവും അശരീരവുമായ ഈ ആത്മാവിന് അധിഷ്ഠാനമായിരിക്കുന്നു. ശരീരമുള്ള ഒരുവൻ പ്രിയാപ്രിയങ്ങളാൽ ഗൃഹീതനാണെന്നുള്ളത് പ്രസിദ്ധമാണല്ലോ. ശരീരത്തോടു കൂടിയിരിക്കുമ്പോൾ പ്രിയവും അപ്രിയവും ഉണ്ടാകാതെ ഇരിക്കുകയില്ല. ശരീരമില്ലാത്ത ഒരുവനെ പ്രിയാപ്രിയങ്ങൾ സ്പർശിക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ളതും തീർച്ചയാകുന്നു. അശരീരം വാ വസന്തം ന പ്രിയാപ്രിയേ സ്പൃശത്തെ എന്ന്. അതായത് ശരീരമില്ലാത്തവനെ പ്രിയാപ്രിയങ്ങൾ ബാധിക്കുകയില്ല.
അശരീരോ വായുരഭ്രം വിദ്യുത്. ഇങ്ങനെ വായു ശരീരമില്ലാത്തതാകുന്നു, മേഘം, ഇടിമിന്നൽ, ഇടിവെട്ടുന്ന ശബ്ദം ഇവയും ശരീരമില്ലാത്തതാകുന്നു. ഇവ ദ്വിലോക സംബന്ധിയായ ആകാശത്തിൽ നിന്ന് സമുത്ഥാനം ചെയ്തിട്ട് സൂര്യൻ്റെ ഉഗ്രമായ ജ്യോതിസ്സെറ്റ് സ്വന്തം രൂപത്തിലായിത്തീരുന്നു. അശരീരം. അപ്പോൾ ഇതിൻ്റെയൊക്കെ എന്താണോ ഉദ്ദേശിച്ചത്, അർത്ഥം എന്താണോ ഉദ്ദേശിച്ചത് എന്നുള്ളത് ഒരുപാട് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. വായു ശരീരമില്ലാത്തതാകുന്നു, മേഘം, ഇടിമിന്നൽ, ഇടിവെട്ടുന്ന ശബ്ദം ഇവയും ശരീരമില്ലാത്തതാകുന്നു. ഇതിന്മേൽ ഇതിൽ ആർക്കെങ്കിലുമൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഗവേഷണം നടത്താവുന്ന വിഷയങ്ങളാണ്. അശരീരോ വായുരഭ്രം വിദ്യുത് സ്തനൈ, ഇങ്ങനെ പോകുന്നുണ്ട്. ആകാശത്തിൽ നിന്ന് ഇവയെല്ലാം ഇവ ദ്വിലോക സംബന്ധിയായ ആകാശത്തിൽ നിന്ന് സമുത്ഥാനം ചെയ്തിട്ട് എന്ന് പറഞ്ഞാൽ ഈ ആകാശത്തിൽ നിന്നുണ്ടായിട്ട് സൂര്യൻ്റെ ഉഗ്രമായ ജ്യോതിസ്സേറ്റ് സ്വന്തം രൂപത്തിലായിത്തീരുന്നു. ജ്യോതിസ്സേറ്റിട്ട് സ്വന്തം രൂപത്തിലേക്ക് ആകുന്നു എന്ന്. അപ്രകാരം തന്നെ ഈ സംപ്രസാദനം ഈ ശരീരത്തിൽ നിന്ന് സമുത്ഥാനം ചെയ്തിട്ട്, അപ്പം സംപ്രസാദൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് മറ്റ് മന്ത്രത്തിൽ കണ്ടിരുന്നു. സംപ്രസാദം എന്ന് പറയുന്നത് സുഷുപ്തി ആത്മാവിനെയാണ് ഇവിടെ പറഞ്ഞത്. ഈ സംപ്രസാദനം ഈ ശരീരത്തിൽ നിന്ന് സമുത്ഥാനം ചെയ്തിട്ട്, നമ്മൾ വേറൊരു സംപ്രസാദനെ കുറിച്ച് പറഞ്ഞപ്പോൾ പ്രാണൻ എന്നുള്ള അർത്ഥം കണ്ടു. അപ്പം ഈ സംപ്രസാദനം ഈ ശരീരത്തിൽ നിന്ന് സമുത്ഥാനം ചെയ്തിട്ട് പരമമായ ജ്യോതിസിനെ പ്രാപിച്ച് സ്വസ്വരൂപത്തിലായിത്തീരുന്നു എന്ന്. ഇതാണ് ഉത്തമ പുരുഷൻ. ആ സംപ്രസാദൻ സർവാത്മഭാവത്തിൽ ഇന്ദ്രാദ്യാത്മകനായി ഹസിച്ചും അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഭക്ഷ്യങ്ങളെ ഭക്ഷിച്ചും കളിച്ചും ഇങ്ങനെ ആത്മസാമീപ്യത്തോടുണ്ടാകുന്ന ശരീരത്തെ സ്മരിക്കാതെ ചുറ്റി സഞ്ചരിക്കുന്നു. കാള, കുതിര മുതലായ മൃഗങ്ങളെ രഥശകുടാദി വാഹനങ്ങളിൽ നിയോഗിക്കുന്നത് പോലെ തന്നെ പ്രാണൻ ഈ ശരീരത്തിൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. അപ്പോൾ നമുക്ക് അവിടെ ഈ സംപ്രസാദം എന്ന് പറയുമ്പോൾ ആ പ്രാണനെ കുറിച്ചാണ് പരാമർശിച്ചിരിക്കുന്നത്. അവിടെ പ്രാണൻ എന്ന് പറയുന്നതും ജീവൻ എന്ന് പറയുന്നതും ഉള്ള ഒരു ഭേദം കൊടുക്കേണ്ട കാര്യമില്ല. ദ്വാവിമൗ പുരുഷൗ ലോകേ ക്ഷരശ്ചാക്ഷര ഏവ ച ക്ഷരസർവാണി ഭൂതാനി കൂടസ്ഥോക്ഷര ഉച്യത്തെ ഉത്തമഃ പുരുഷസ്തുന്യഃ പരമാത്മേത്യുദാഹൃതഃ യോ ലോകത്രയമാവിശ്യ ബിഭർത്യവ്യൈശ്വരഃ. ഇങ്ങനെ ഗീത 15 അധ്യായത്തിലെ 16, 18. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ ഇവിടെ ഇങ്ങനെയുള്ളതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ മാണ്ഡൂക്യ ഉപനിഷത്തിലാണെങ്കിലും ഈ ജാഗ്രത, സ്വപ്ന, സുഷുപ്തി അവസ്ഥകളിലുള്ള വിശ്വതൈജസ പ്രാജ്ഞന്മാരെ കുറിച്ച് അവിടെ വിവരിച്ചിട്ടുണ്ട്. രാജാവ് സന്ധി വിഗ്രഹാദിയിൽ സർവാധികാരിയായി നിയോഗിച്ചിട്ടുള്ള സേനാപതിയുടെ സ്ഥാനമാണ് പ്രാണന് ഇദ്ദേഹത്തിലുള്ളത്. ഇവിടെ പ്രാണനാണ് ഒരു പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. കാരണം എവിടെയൊക്കെ ആണെങ്കിൽ ഈ ഭോക്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും പ്രാണനാണ്. എന്തെങ്കിലും ഭക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അത്ത എന്ന് പറയുന്നത് ഭോക്താവായിട്ടിരിക്കുന്നത് ഈ ആത്മാ എന്നുള്ള സ്ഥാനമാണെങ്കിലും ശരിക്കും ഭോക്താവ് എന്ന് പറയുന്നത് പ്രാണൻ തന്നെയാണ്, അല്ലാതെ മറ്റൊന്നല്ല. എവിടെയാണോ ചക്ഷുസ് കൃഷ്ണമണിയോട് ഉപലക്ഷിതമായ ആകാശത്തെ അനുഗതമായിരിക്കുന്നത് അവിടെയാകുന്നു ചാക്ഷുഷ പുരുഷനെന്ന് പറഞ്ഞ ആത്മാവ് എന്ന്. എന്തൊക്കെയാണോ അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് ആലോചിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അഥ എത്ര ഏതത് ആകാശമനുവിഷണ്ണം, ഈ ആകാശം എന്ന് പറയുന്ന ശബ്ദം ഇവിടെ വന്നിട്ടുണ്ട്. ആകാശമനുവിഷണ്ണം ചക്ഷുഹു സ ചാക്ഷുഷ പുരുഷഃ ദർശനായ ചക്ഷുരഥ യോ വേദ ഏതം ജിഘ്രാണതീതി സ ആത്മാ എന്ന്. അതിൻ്റെ അർത്ഥം മലയാളത്തിലുള്ളത് സിമ്പിളായിട്ട് വായിച്ചു പോവാം. എവിടെയാണോ ഈ ചക്ഷുസ് കൃഷ്ണമണിയോട് ഉപലക്ഷിതമായ ആകാശത്തെ, ചക്ഷുരേന്ദ്രിയം കൃഷ്ണമണിയോട് ഉപലക്ഷിതമായ ആകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൃഷ്ണമണിക്കുള്ളിലെ ആകാശം. ആ കൃഷ്ണമണി എന്ന് പറയുന്നത് കാണാവുന്നതാണ്, അതിനുള്ളിലെ ആകാശം. ആകാശത്തെ അനുഗതമായിരിക്കുന്നത്. അപ്പം ചക്ഷുരിന്ദ്രിയം അവിടെയുള്ള ആകാശത്തെ അനുഗതമായിരിക്കുന്നു എന്നാണ് പ്രയോഗിച്ചിരിക്കുന്നത്. പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആകാശത്തിനോട് ഒപ്പമുള്ളത് എന്നുള്ളത്. അപ്പം ചക്ഷുരീന്ദ്രിയം അപ്പം ശരിക്കും ഇപ്പം എവിടെയാണ് നിൽക്കുന്നത്? ചക്ഷുസിൽ അനുഗതമായിരിക്കുന്ന
ചക്ഷുസ്സിലുള്ള ആകാശത്തിലെ അനുഗതമായിരിക്കുന്നത്, കൃഷ്ണമണിയിലുള്ള ആകാശത്തിൽ അനുഗതമായിരിക്കുന്നു. അപ്പോൾ അതനുസരിച്ചിട്ടാണെങ്കിൽ ആകാശം ആണ് ആ ഇന്ദ്രിയത്തിൻ്റെ സ്ഥാനം എന്ന് നമുക്കവിടെ കാണാൻ സാധിക്കും. ആകാശത്തെ ഇതൊക്കെയാണ് എന്താണ് ഗവേഷണ വിഷയമാക്കേണ്ടത്. എങ്ങനെയാണ് ഇത് പ്രയോഗം നടത്തിയിരിക്കുന്നത്, അനുഗതമായിരിക്കുന്നത്. അവിടെയാകുന്നു ചാക്ഷുഷ പുരുഷനെന്ന് പറഞ്ഞിരിക്കുന്ന ആത്മാവ്. അപ്പോൾ ആ സ്ഥാനത്താണ് കൊടുത്തിരിക്കുന്ന ജാഗ്രത, അഭിമാനിയെയാണ് അവിടെ പരാമർശിച്ചിരിക്കുന്നത് എന്ന് അത്രയും കൂടെ കാണും. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ചാക്ഷുഷ പുരുഷനെ കുറിച്ച് പറയുമ്പോൾ ഇന്ദ്രിയ അഭിമാനിയെക്കുറിച്ചാണ് നമ്മൾ എപ്പോഴും അത് ശ്രദ്ധിക്കണം. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം ചക്ഷുസ് എന്നുള്ളതല്ല, അവിടെ ചക്ഷുസ് ഒരു ഉപലക്ഷണമാണ് ഇന്ദ്രിയങ്ങളുടെ. അപ്പോൾ ഇന്ദ്രിയ അഭിമാനി ആയിട്ടിരിക്കുന്ന പുരുഷനെ ആ ഇന്ദ്രിയ രഹിതമായിട്ടല്ല കാണേണ്ടത്, ഇന്ദ്രിയ സഹിതമായിട്ട് കാണുമ്പോൾ മാത്രമേ ഇന്ദ്രിയ അഭിമാനിയെ നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ. ആ ഇന്ദ്രിയാഭിമാനിയെ ജാഗ്രത അഭിമാനിയായിട്ട് കാണും. അപ്പം ജാഗ്രത അഭിമാനി ആത്മാ എന്ന് പറയുന്നത് ഒരു പാദമാണ് എന്ന് നമുക്ക് മാണ്ഡ്യ ഉപനിഷത്തിനകത്തൂടെ കിട്ടുകയുണ്ടായി. ആ പാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ്, ഒരു പാദം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിൽ മനസ്സിലാക്കി എടുക്കേണ്ട പാദമാണ് എന്നും കൂടെ നമ്മൾ അത് മനസ്സിലാക്കണം. അല്ലാതെ അതിൻ്റെ ഒരു കാൽഭാഗം മുറിച്ച് വെച്ചു, അങ്ങനെ മുറിച്ച് വയ്ക്കാൻ പറ്റുന്ന കാൽഭാഗങ്ങളൊന്നും ഇവിടെ സാധ്യമല്ല. കണ്ണ് കാഴ്ചയ്ക്കുള്ള ഒരു കരണം മാത്രമാകുന്നു. അതുപോലെ ആരാണോ ഞാൻ മണക്കട്ടെ എന്നറിയുന്നത് അതാണ് ആത്മാവ്. മൂക്ക് ഗന്ധമറിയുവാനുള്ള ഒരു കരണം മാത്രമാകുന്നു. ആരാണോ ഞാനിത് പറയട്ടെ എന്ന് അറിയുന്നത് അതാകുന്നു ആത്മാവ്. വാക്ക് സംസാരിക്കാനുള്ള ഒരു കരണം മാത്രമാകുന്നു. ആരാണോ ഞാൻ കേൾക്കട്ടെ, അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങളെ അവിടെ കവർ ചെയ്തു എന്നറിയുന്നത് അതാകുന്നു ആത്മാവ്. ചെവി കേൾക്കാനുള്ള കാരണം മാത്രമാകുന്നു. അഥയോ വേദ ഇതം മന്വാനിധി. നമ്മളിപ്പം വായിക്കുന്നത് 8:12 അർത്ഥമാണ്. ആരാണോ ഞാൻ മനനം ചെയ്യട്ടെ എന്നറിയുന്നത് അതാകുന്ന ആത്മാവ്. അപ്പം നേരെ ഇന്ദ്രിയങ്ങളിൽ നിന്ന് നേരെ മനസ്സിലേക്ക് പോയി. മനസ്സ് ഈ ആത്മാവിൻ്റെ ദൈവമായ ചക്ഷുസ്സാകുന്നു. അവിടെ നമുക്ക് ആ പ്രയോഗം കാണാം, ദൈവം എന്നുള്ള ഒരു പ്രയോഗം കാണാം. അത് എന്താണ്? മനോ അസ്യ ദൈവം ചക്ഷുഹു. ഇതൊക്കെയാണ് ദൈവം എന്നുള്ള വാക്കൊക്കെ എങ്ങനെയാണ് ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നത്, എങ്ങനെയാണ് ഇന്നത്തെ ലോകത്ത് ഭക്തന്മാർ കൊണ്ട് നടക്കുന്നത്, എങ്ങനെയാണ് ആ ഭക്തന്മാരുടെ ദൈവം എന്നുള്ള ആ ധാരണകളെ ഇത് അനുമോദിക്കാനും പരിഹസിക്കാനും ആൾക്കാർ ഉപയോഗിക്കുന്നത് ഒക്കെ വിചിത്രമായ രീതിയിൽ പല രീതിയിൽ ഇത് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഉപനിഷത്തിൽ ഈ ദൈവം എന്നുള്ള പ്രയോഗം ഇവിടെ എങ്ങനെയാണ് വന്നത്? മനഃ അസ്യ ദൈവം ചക്ഷുഹു എന്ന്, അതായത് അഥയോ വേദ ഇതം മന്വാനിധി സ ആത്മാ. അപ്പോൾ അവിടെ തന്നെ പറഞ്ഞത് യാതൊരുവനാണോ ഇതിനെ മന്വാനി ഞാൻ മനനം ചെയ്യട്ടെ എന്ന്, അതാണ് മന്വാനി ഇതി എന്ന് പറഞ്ഞത്. അഹം മന്വാനി വയം എന്നുള്ള അത് മന്വാനി ഞാൻ എന്നുള്ള മന്വാനി എന്ന് ഞാൻ മനനം ചെയ്യട്ടെ എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ചിന്തിക്കുന്നവൻ എന്നുള്ളതിലേക്ക് വന്നു. അങ്ങനെ ചിന്തിക്കുന്നവൻ എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്നവൻ എന്ന് പറയുന്നതിനകത്തുനിന്നും ചിന്തിക്കുന്നവൻ എന്നതിലേക്ക് എത്തി. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. കാണുന്നവൻ എന്ന് പറയുമ്പോൾ പശ്യാമി എന്ന് പറയും. അപ്പോൾ ആ പറഞ്ഞതിന് തുല്യമായിട്ടുള്ള പ്രയോഗമാണ് ഇവിടെ മന്വാനി എന്നുള്ള പ്രയോഗം നടത്തിയിരിക്കുന്നത്. മന്വാനി. അപ്പോൾ അതാണ് അങ്ങനെ വരുമ്പോൾ ചക്ഷുസ് ഏതാണെന്നാ. അവൻ ഇപ്പം ഇതിനകത്ത് എന്താ പറഞ്ഞത്? യേഷ അക്ഷിണി പുരുഷോ ദൃശ്യത്തെ. അക്ഷിയിലുള്ള പുരുഷനെ എന്നുള്ള പ്രയോഗം നടത്തിയല്ലോ. അപ്പം പഞ്ചേന്ദ്രിയങ്ങളിലെ ഇപ്പം ഇന്ദ്രിയങ്ങളിൽ കണ്ണ് എന്നുള്ള രീതിയിൽ പഞ്ചേന്ദ്രിയങ്ങളെക്കുറിച്ച് പറഞ്ഞു. പക്ഷെ മനസ്സിലേക്ക് വന്നു കഴിയുമ്പോൾ മനസ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മനസ്സിനെ ഇവിടെ കണ്ണായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് കണ്ണിന് കണ്ണ് മനമാകുന്ന കണ്ണ് എന്നുള്ള പ്രയോഗത്തിനും കാരണമായി തീർന്നു. അതേമാതിരിയുള്ള അപ്പോൾ ആ കണ്ണ് എന്താ പറഞ്ഞത്? ദൈവം ചക്ഷുഹു എന്നാണ് അവിടുത്തെ പ്രയോഗം നടത്തുന്നത്. ഇങ്ങനെയാണ് ദിവ്യ ചക്ഷുസ് എന്ന് നമ്മൾ പറയുന്നത്. ദൈവം ചക്ഷുസ് എന്നൊക്കെ പറയുന്നത് മനസ്സിനെ തന്നെയാണ്. സിമ്പിളായിട്ട് ഉപനിഷത്തിൽ ഇത്രയേ ഉള്ളൂ കാര്യം.
പിന്നെ അതിനകത്തൂടെ ഈ ദിവ്യത അങ്ങോട്ട് കൈയും കൊണ്ടും പിന്നെ അങ്ങോട്ടൊരു കണ്ണ് മുകളിലോട്ടാക്കിയിട്ട് ഇങ്ങോട്ട് മുകളിൽ നിന്ന് ആകാശത്തിൽ നിന്ന് ആവാഹിക്കൽ ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ല. സിമ്പിളായിട്ട് പറഞ്ഞാൽ എല്ലാവരുടെ മനസ്സും ദിവ്യം ചക്ഷു തന്നെയാണ്. ഉപനിഷത്ത് ദൃഷ്ടി അതാണ് മനോ അസ്യ ദൈവം ചക്ഷുഹു. നമ്മൾ സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ കാര്യം. മനോ അസ്യ ദൈവം ചക്ഷുഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം എന്ന് പറയുന്നത് അല്ലാതെ മറ്റൊന്നില്ല. ഈ ലോകത്തിലായാലും പരലോകത്തിലായാലും അന്തർലോകത്തിലായാലും ബാഹ്യലോകത്തിലായാലും. അപ്പോൾ ആ ഒരു ദൃഷ്ടി നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ ദൈവം ചക്ഷു എന്ന് പറയുന്നതിനകത്ത് നമുക്ക് അത്ഭുതമൊന്നും തോന്നേണ്ട കാര്യമില്ല. മനോ അസ്യ ദൈവം ചക്ഷുഹു എന്ന് പറഞ്ഞു. സവായേഷ ഏതേന ദൈവേന ചക്ഷുസ. അതുകൊണ്ട് ഈ ദൈവമായ ചക്ഷുസിനാൽ എന്ന് പറഞ്ഞാൽ ദിവ്യമായ, ദൈവം എന്നുള്ള പ്രയോഗത്തിന് ദിവ്യം എന്ന് പറഞ്ഞു, ദിവ്യമായ ചക്ഷുസിനാൽ ദിവ്യം ദദാമി തേ ചക്ഷുഹു എന്ന് ഭഗവാൻ പറയുകയുണ്ടായി. മനസ്സ്, അതായത് മനസ്സ് എന്നുള്ളതാണ് മനഹാസ്യം. നമുക്ക് വിചാരം ചെയ്യണമെങ്കിൽ അറിവില്ലാതെ ആർക്കും വിചാരം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അറിവുള്ള മനസ്സാണ് എപ്പോഴും വിചാരത്തിന് യോഗ്യനാകുന്നത്. അതുകൊണ്ടാണ് മനനം ചെയ്യാൻ പ്രാപ്തമായിട്ടുള്ള മനസ്സ് തന്നെയാണ് ദിവ്യം ചക്ഷു, ആത്മജ്ഞാനത്തെ സംബന്ധിച്ച്. മനോ അസ്യ ദൈവം ചക്ഷുഹു സവായേഷ ഏതേന ദൈവേന ചക്ഷുഷ മനസ്സാ ഏതാൻ കാമാൻ പശ്യൻ രമതേയ ഏതേ ബ്രഹ്മലോകേ എന്ന്. അതുകൊണ്ട് ഏതേന ഈ ദൈവേന ചക്ഷുഷ എന്ന് പറഞ്ഞ് ജ്ഞാനം കിട്ടിയ മനസ്സുകൊണ്ട് ദൈവമാകുന്ന ചക്ഷുസ്സാകുന്ന മനസ്സുകൊണ്ട് ബ്രഹ്മലോകേ ഈ ബ്രഹ്മലോകത്തുള്ളവ ഏതാൻ കാമാൻ ഈ കാമങ്ങളെ പശ്യൻ കാണുന്നവനായിട്ട് രമതേ രമിക്കുന്നു. ആരാണ്, മലയാളം വായിക്കാതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. ആരാണോ ഞാൻ മനനം ചെയ്യട്ടെ എന്നറിയുന്നത് അതാവുന്നു ആത്മാ. മനസ്സ് ഈ ആത്മാവിൻ്റെ ദൈവമായ ചക്ഷുസ്സാകുന്നു. അങ്ങനെയുള്ള മുക്തപുരുഷൻ, ഇപ്പോൾ ഇവിടത്തേക്ക് വന്നപ്പോഴത്തേക്ക് ഇവിടെ അറിവുള്ളവൻ എന്നുള്ള രീതിയിലേക്ക് എടുത്തു ഡയറക്റ്റായിട്ട്. അങ്ങനെയുള്ള ഈ മുക്തപുരുഷൻ ഈ അപ്രാകൃത ചക്ഷുസ്സാകുന്ന മനസ്സുകൊണ്ട് ബ്രഹ്മലോകത്തിലുള്ള കാമങ്ങളെയെല്ലാം കണ്ടുകൊണ്ട് രമിക്കുന്നു എന്നത്. അതായത് മനസ്സോടുകൂടിയിരിക്കുന്ന ഒരു ജീവൻ മുക്തനാണെങ്കിൽ എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് നമുക്ക് എടുക്കാം. കാരണം ഇപ്പം മൂന്നാമത് ഈ മനോമയനായ പുരുഷനെ കുറിച്ചുള്ളതോ അങ്ങനെയുള്ളതൊന്നും അല്ലല്ലോ ഇപ്പോഴത്തെ പരാമർശ വിഷയം. കാരണം അതൊക്കെ സമയം കഴിഞ്ഞു. ഇപ്പം 96ാമത്തെ വർഷമാണിത് ഈ ഉപദേശം തുടങ്ങുന്നത്. 95 കഴിഞ്ഞു, 96 കഴിഞ്ഞു, 97ാമത്തെ വർഷത്തിലുള്ള ഉപദേശമാണ്. അപ്പം 96, 5, 101 അല്ല 96 101ാമത്തെ വയസ്സിലുള്ള ഉപദേശമാണ്. 101 വയസ്സ് വരെയും ഈ ഉപദേശം കിട്ടിയില്ല. അപ്പം ഇനിയിപ്പം പഴയ മാതിരി ഒന്നും കാര്യം പറയേണ്ട കാര്യമില്ല, ഡയറക്റ്റായിട്ടാണ് ഉപദേശിക്കുന്നത്. അതാണ് ആത്മജ്ഞാനം തന്നെയാണ്. തം വായേതം, അങ്ങനെയുള്ള ഈ ആത്മാവിനെ ദേവന്മാർ ഉപാസിക്കുന്നു. അതിനാൽ ദേവർക്ക് എല്ലാ ലോകങ്ങളും എല്ലാ കാമങ്ങളും പ്രാപ്തമായിരിക്കുന്നു. അപ്പോൾ ആ ദേവൻ, അങ്ങനെയുള്ള ആത്മാവിനെയാണ് ദേവന്മാർ ഉപാസിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആ ഉപാസിക്കുന്നു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇത് തന്നെയാണ് പോയിട്ട് ബ്രഹ്മദേവൻ്റെ നിന്ന് ഈ ഉപദേശം നേടിയിട്ട് ഇന്ദ്രൻ പോയിട്ട് ദേവന്മാർക്ക് ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്യും. ആരാണോ ഈ ആത്മാവിനെ ശാസ്ത്രാചാര്യ ഉപദേശങ്ങളിൽ നിന്നറിഞ്ഞ് സ്വയം സാക്ഷാത്കരിക്കുന്നത് എന്ന്. അപ്പോൾ ഇങ്ങനെ ശാസ്ത്ര ആചാര്യ ഉപദേശങ്ങളിൽ, അതാണ് ആ പ്രയോഗം നടത്തിയത്. യഹ തമാത്മാനമനുവിദ്യ വിജാനാതി എന്നാണ് ഉപനിഷത്ത് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെയാണ് നമുക്ക് ഇവിടെ കാണുന്നത് ശാസ്ത്രാചാര്യ ഉപദേശങ്ങളിൽ നിന്ന് ഇവിടെ എടുത്തു പറഞ്ഞത്. അല്ലാതെ അതിനകത്ത് എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ഈ എന്തെങ്കിലും പിടിച്ചുകൊണ്ട് 2 തുള്ളൽ തുള്ളി കഴിഞ്ഞാൽ പിന്നീട് അവർ പറയുന്നതാണ് സത്യം എന്നുള്ള രീതിയിലേക്ക് പോകരുത്. അതല്ലെങ്കിൽ ആ തരത്തിൽ, അതൊരു പ്രയോഗം മാത്രമാണ്, ആ തരത്തിലുള്ള ഒന്നും തന്നെയല്ല. അതുകൊണ്ടാണ് ശാസ്ത്രം എന്ന വാക്കാദ്യം പറഞ്ഞത്. ആചാര്യനാണ്, ആർക്ക് വേണേലും ആചാര്യനാവും. പക്ഷെ ശാസ്ത്രം എന്ന് പറയുന്നതാണ് ഇവിടെ ഒന്നാമത് വരുന്നത്. അതുകൊണ്ട് ആചാര്യൻ പറയുന്നത് ശാസ്ത്രം എന്നെടുക്കരുത്, പകരം ശാസ്ത്രം പറയുന്ന ആചാര്യൻ എന്നെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സുഖമായിട്ട് പോകാം എന്നുള്ളതാണ്. ഈ ആത്മാവിനെ ശാസ്ത്രാചാര്യ ഉപദേശങ്ങളിൽ നിന്നറിഞ്ഞ് സ്വയം സാക്ഷാത്കരിക്കുന്നത് അവൻ എല്ലാ ലോകങ്ങളെയും എല്ലാ കാമങ്ങളെയും പ്രാപിക്കുന്നു എന്ന്. ഇങ്ങനെയാണ് ഈ ഉപദേശം കഴിഞ്ഞത്. ഇതാണ്
ഈ ബ്രഹ്മദേവൻ ഉപദേശിച്ചു കൊടുത്ത ആത്മജ്ഞാനം എന്ന് പറഞ്ഞു. ഇതായിരുന്നു ഇവിടുത്തെ വിഷയം. അപ്പോൾ ഇതിനോടനുബന്ധിച്ചിട്ട് അന്യാർത്ഥശ്ച പരാമർശ, സൂത്രം 20-ാമത്തേത് അവിടെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ജീവനെക്കുറിച്ച് പറഞ്ഞല്ലോ. ആ ജീവനെക്കുറിച്ച് പറഞ്ഞതിന് ഇത്രയേ ഉള്ളൂ. അത് ഈ ദഹരാകാശം ജീവനെക്കുറിച്ച് പറയുന്നു എന്നുള്ളതല്ല, പകരം ഈ ജീവനെക്കുറിച്ച് പറയുമ്പോൾ മാത്രമാണ് പരമാത്മാവിനെ കുറിച്ച് പറയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. അതാണ് ഇവിടുത്തെ അർത്ഥം. അല്പശ്രുതേരിതി ചേത് തദുക്തം എന്ന്, അതായത് ദഹരാകാശം, ഇതാണ് അല്പശ്രുതി എന്ന് പറയുന്നത്. ഈ ദഹരാകാശത്തെക്കുറിച്ച്, അതായത് ആകാശത്തെ അല്പമായി പറഞ്ഞിരിക്കുന്നത് ഒരു പറച്ചിൽ മാത്രമായിട്ട് എടുക്കേണ്ടതുള്ളൂ, അല്ലാതെ അതിനെ അല്പം എന്നുള്ള അർത്ഥത്തിലേക്ക് എടുക്കേണ്ട എന്ന് ബ്രഹ്മസൂത്രം 1.2.7 അത് നമ്മൾ മുമ്പ് കണ്ടതാണ്. ആ 1.2.7 പരാമർശിച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് ആ സൂത്രത്തിൽ അല്പത്വം, പരമേശ്വരന് അല്പത്വം എന്നുള്ള ഒരു പ്രയോഗം നടത്തിക്കൊണ്ട് തെറ്റൊന്നുമില്ല എന്ന് സമർത്ഥിച്ചിട്ടുണ്ട്. അതായത് ബ്രഹ്മസൂത്രം 1.2.7. അതാണ് അല്പശ്രുതേരിതി ചേത് തദുക്തം എന്ന് പറയുന്നത്. തത് ഉക്തം എന്ന് പറഞ്ഞാൽ മുമ്പ് വ്യാഖ്യാനിച്ചു എന്ന് സാരം. അതാണ് 21-ാമത്തെ സൂത്രം. അതോടുകൂടിയിട്ട് ആ പ്രകരണം കഴിഞ്ഞു. ഓം പൂർണ്ണമതഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.